ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് കേൾക്കുവാൻ, പഠിക്കുവാൻ, ഗ്രഹിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ, ഞങ്ങളുടെ യാത്ര നിത്യത്തിലേക്കുള്ള യാത്രയെ സുഗമമാക്കി തരുവാൻ, ഞങ്ങളുടെ പ്രത്യാശയെ വർദ്ധിച്ചു വരുവാൻ, ഞങ്ങളുടെ വിശ്വാസം ഉറച്ചതായി തീരുവാനൊക്കെ ആയിട്ട് കേൾക്കുന്ന വചനങ്ങൾ, ഇന്ന് രാത്രിയിൽ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് അത് ഉപകാരമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വഴിയാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. വേഗത്തിൽ അവരെയും കൂട്ടി വരുത്തി ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ അവയവങ്ങളായ, ശരീരത്തിൻ്റെ അവയവങ്ങളായ ഞങ്ങൾ ഒരുമിച്ച് ഒരേപോലെ വളർന്നു വരുവാൻ, ആ കർത്താവിനെ അറിയുവാനൊക്കെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇടയാക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു, ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. നാം ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 മേൽ ക്ലാസ്സുകൾ കഴിഞ്ഞു. നമ്മളതിൻ്റെ മെയിൻ കാര്യങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു വശം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 3 വ്യത്യസ്തമായ നിലകളിൽ ദൈവരാജ്യം വരുമെന്ന് പഠിച്ചു. ഒന്ന്, സ്പിരിച്വൽ കിങ്ഡം, ആത്മീയമായ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് 3 വ്യത്യസ്ത നിലകളിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് വന്നത്. അതിൽ ഒന്ന് സ്പിരിച്വൽ കിങ്ഡമാണ്, ആത്മീയ ദൈവരാജ്യമാണ്. അതാണ് മാളികമുറിയിൽ കർത്താവ് സ്ഥാപിച്ചത്. കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഓരോ ഹൃദയങ്ങളിലേക്കും, ആ സ്പിരിച്വലി അല്ലെങ്കിൽ ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കും രാജാവായി വാഴുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവ് സ്ഥാപിച്ചതാണത്. അതുകൊണ്ട് പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ആഴമായി പഠിച്ചത് നമ്മൾ. അതുകൊണ്ട് അവസാന സഭയായ ലവോദിക്ക സഭയോട് പറയുമ്പോൾ, ഞാനിതാ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ എന്ന് പറയുമ്പോൾ, അനേക ഹൃദയങ്ങളിലും അനേക വിശ്വാസികളുടെ ഹൃദയത്തിലും കർത്താവില്ല എന്ന് തന്നെ. ദൈവരാജ്യം ഇല്ല. കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് കർത്താവ് രാജാവായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാൻ, അത് സ്ഥാപിക്കാൻ വേണ്ടിയാണ് കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ ജീവിച്ചത് ഏദൻ തോട്ടമാണ്. ദൈവരാജ്യത്തിന് നിഴലായിരുന്ന ഏദൻ തോട്ടം. അവിടെ നിന്നാണ് മനുഷ്യൻ പുറത്തുപോയത്. പാപനിമിത്തം ദൈവം പറഞ്ഞു, മനുഷ്യൻ നമ്മെപ്പോലെ ഒരുവനായി തീർന്നിരിക്കുന്നു. ദൈവത്തെ കൂടാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയുമെന്ന് ദൈവം മനുഷ്യനെക്കുറിച്ച് സാക്ഷിച്ച് വെച്ചിരിക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് ദൈവസഭയ്ക്കും ഇപ്പോൾ കർത്താവിനെ കൂടാതെ ജീവിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അനേക വിശ്വാസികളും. അതിനെക്കുറിച്ച് നമ്മൾ ആഴമായി പഠിച്ചാണ്. രണ്ടാമത് നമ്മൾ പഠിച്ചത്, കർത്താവ് സ്ഥാപിച്ച രണ്ടാമത്തെ കിങ്ഡം എന്ന് പറയുന്നത് ലിറ്ററൽ കിങ്ഡം, കാണത്തക്കവണ്ണമുള്ള ദൈവരാജ്യം. അത് വരാൻ പോകുന്നതേ ഉള്ളൂ. അതാണ് 1000 ആണ്ടിൽ സംഭവിക്കാൻ പോകുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ഒരു 3-4-5 ക്ലാസ്സായി നമ്മളിപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട്. ലിറ്ററൽ കിങ്ഡം, എന്താ പറയുക, കാണത്തക്കവണ്ണമുള്ള ദൈവരാജ്യം, അത് സംഭവിക്കും 1000 ആണ്ടിൽ. നമ്മൾക്കത് പഠിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കണം. അത് ബൈബിളിൽ അതൊക്കെ മനോഹരമായി ജീവിച്ചിരിക്കുക. നമ്മൾ ഒരുപക്ഷെ ഇന്നല്ല അടുത്ത ദിവസങ്ങളിൽ നമ്മൾ പഠിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 6 പ്രാവശ്യമാണ് അതിനെക്കുറിച്ചൊക്കെ ആഴമായി പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആഴത്തിലേക്ക് ഇറങ്ങും. നമ്മൾ മൂന്നാമത് ചിന്തിക്കാൻ നമ്മൾ പറഞ്ഞത് എറ്റേണൽ കിങ്ഡം, അല്ലേ, നിത്യമായ രാജ്യം സ്ഥാപിക്കും. അത് 1000 ആണ്ടെന്ന് പറഞ്ഞാൽ അത് നിത്യമായതല്ല. അത് ഒരു പ്രത്യേകമായൊരു സമയത്തിനുള്ളിൽ ജീവിക്കുക. 1000 വർഷം എന്ന് പറയുന്ന സമയത്തിനകത്ത് ജീവിക്കുക. നിത്യത എന്ന് പറയുന്നത് സമയത്തിനപ്പുറമാണ്, അല്ലേ? നിത്യത എന്ന് പറയുന്നത് സമയത്തിനപ്പുറമാണ്. 1000 ആണ്ട് ദൈവം രാജാവായി വാഴുന്നുവെങ്കിലും അത് സമയത്തിനുള്ളിലാണ്. അതിനൊരു കാലപരിധിയുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് സമയമുള്ളതുപോലെ കർത്താവ് തരുന്നതുപോലെ നമ്മൾ പഠിക്കും. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എറ്റേണൽ കിങ്ഡത്തെക്കുറിച്ചാണ്. ലിറ്ററൽ കിങ്ഡത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, അല്ലെങ്കിൽ മില്ലേനിയം റെയിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നമ്മൾ ഒരു ചെറിയ ക്ലാസ് തുടങ്ങി വെച്ചത്, ഏതെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടു പോയ 7 അനുഗ്രഹങ്ങൾ മനുഷ്യർക്ക് തിരികെ ലഭിക്കുമെന്ന ആ ഒരു ചിന്തയാണ് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സിൽ കൂടുതലായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമുക്കറിയാം, 7 കാര്യങ്ങളാണ് ഉൽപ്പത്തി നമുക്കുണ്ടായിരുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ, അല്ലേ, ഉൽപ്പത്തി 1-ാം അധ്യായം അത്രയും ശ്രേഷ്ഠമായൊരു അധ്യായമാണ്. ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞതാണ്, കത്തോലിക്ക പോലത്തെ അല്ലെങ്കിൽ നാമധേയ ക്രിസ്തീയ സഭകൾ, അല്ലേ, നാമധേയ ക്രിസ്തീയ സഭകളെല്ലാം ഒരു ഇഷ്ടം പോലെ ഉണ്ട്, നമുക്കറിയാം. അവരെല്ലാം അബ്രഹാം മുതലാണ് അവരുടെ ബൈബിൾ ആരംഭിക്കുന്നതും. അല്ല, ബൈബിൾ മാത്രമല്ല, ബൈബിളിൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ സിസ്റ്റം ആരംഭിക്കുന്നത് മുഴുവനും അബ്രഹാം മുതലാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ തൊടാൻ മനുഷ്യന് കഴിയത്തില്ല. ഉൽപ്പത്തിയിലാണ് യഥാർത്ഥമായ, കർത്താവ് പോലും പറഞ്ഞു, ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എന്തു പറയുമ്പോഴും ആദിയിൽ അങ്ങനെ. അപ്പോൾ എല്ലാത്തിനും വെളിപ്പാട് കിടക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആഴം 1, 2, അല്ലേ, 3, കുഴപ്പമില്ല, 4 വരെ 4-5 ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങളിലാണ് ആഴമായ വെളിപ്പാടുകൾ കിടക്കുന്നത്. പക്ഷേ ഗ്രഹിച്ചറിയാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. നമ്മൾ തുടക്കത്തിലേക്ക് പഠിച്ചതാണ് 1-26, 1-27, 1-28 എന്നൊക്കെ പറയുന്നത് ശ്രേഷ്ഠമേറിയ വാക്യങ്ങളാണ്. അതിനൊക്കെ വളരെ ഒരല്പം മാത്രമേ നമ്മൾ ചിന്തിച്ചത് മാത്രം. കഴിഞ്ഞ ഈ 2-3 വർഷമായി സഭക്കകത്തും പ്രസംഗിച്ചത് അതിനെക്കുറിച്ച് ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ്. ദൈവം മനുഷ്യനെ ഉൽപ്പത്തിയിൽ സൃഷ്ടിക്കുമ്പോൾ മണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ഏദൻ തോട്ടത്തിൽ ജീവിക്കാൻ വെച്ചപ്പോൾ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ മനുഷ്യനുണ്ടായിരുന്നു, അല്ലേ? എന്തൊക്കെയാ? സ്വരൂപം, ദൈവത്തിൻ്റെ സ്വരൂപം, അല്ലേ? നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞതാണ്.
ഒന്നാമത്തെ വാക്യം. ഉൽപ്പത്തിയിൽ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ ലൂക്കോസ് 3-ാം അധ്യായം ലാസ്റ്റ് വാക്യം പറയുന്നു, ആദം ദൈവത്തിൻ്റെ മകൻ. ആദം ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യമായിരുന്നു. എന്നാൽ പാപം നിമിത്തം പിന്നീട് കാണുന്നത് ശേത്തിനെ ആദം ജനിപ്പിക്കുമ്പോൾ ശേത്ത് ആദമിൻ്റെ സ്വരൂപമാണ്, പാപത്തിൽ വീണ ആദമിൻ്റെ സ്വരൂപം. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞതാണ്. പിന്നീട് നമ്മൾ വേണ്ടത് പഠിച്ച നിത്യജീവനെക്കുറിച്ചാണ്. നിത്യജീവൻ ആർക്കുണ്ടായിരുന്നു? ആദമിനുണ്ടായിരുന്നു. ദൈവം സൃഷ്ടിക്കുമ്പോൾ ആദമിന് നിത്യജീവൻ ഉണ്ടായിരുന്നു. പിന്നെ 3ാമത് കൂട്ടായ്മയാ, 4 വാഴ്ച അധികാരം. നമ്മൾ അവിടം വരെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി 5ാമത്തെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് മഹിമ അല്ലെങ്കിൽ തേജസ് എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അടുത്തത് 6ാമത് അക്ഷയത്വം അല്ലെങ്കിൽ അദ്രവത്വം എന്നൊക്കെ പറയുന്ന അല്ലെ, ഡീകേ സംഭവിക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ പറയല്ലേ. അടുത്തത് 7ാമത് അവകാശം. ഇത്രയും കാര്യങ്ങളാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നതും ആ മനുഷ്യർ കൊടുത്ത കാര്യം അല്ലേ. ഇത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചതെന്ന് പറഞ്ഞാൽ യാതൊരു സംശയവുമില്ല. നമുക്കത് നഷ്ടപ്പെട്ടു പോയ, മാനവരാശിക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവം ആഗ്രഹിക്കുന്ന നന്മകൾ നമുക്കതല്ല. നമുക്ക് അല്ലേ ആരെക്കാളും ഇച്ചിരി കൂടി പൊങ്ങി നിൽക്കണം അല്ലേ, ആരെക്കാളും ഇച്ചിരി കൂടി നമുക്ക് വിശ്വാസിയാണെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിൽ കൂടുതൽ അതൊക്കെ തന്നെയാണ്. പക്ഷെ അതല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ തരാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, അത് നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ച സ്വരൂപത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. ആദം ദൈവത്തിൻ്റെ സ്വരൂപമായിരുന്നു. പക്ഷേ സ്വരൂപം നമ്മൾ ചിന്തിച്ചു, സാദൃശ്യം എന്താണെന്നൊക്കെ പഠിച്ചതാണ്. പക്ഷേ പാപം നിമിത്തം പിന്നീട് ശേത്ത് ജനിക്കുമ്പോൾ ശേത്ത് ആദമിൻ്റെ, അതുകൊണ്ടാണ് നമുക്കെല്ലാം നമ്മുടെ പൂർവ്വപിതാവായ ആദമിൻ്റെ സ്വരൂപം നമുക്കെല്ലാവർക്കും, പാപത്തിൽ വീണ ആദമിൻ്റെ സ്വരൂപം. ഇത് തിരിച്ച് മറിച്ച് അല്ലേ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആണോ? നമുക്ക് ലഭിച്ചോ? ലഭിച്ചു. പഠിച്ചു കഴിഞ്ഞാൽ നമ്മളല്ലേ, അത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ സ്വരൂപം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എവിടെയാ? നമ്മുടെ അകത്തെ മനുഷ്യനിൽ നമുക്ക് വന്നു കഴിഞ്ഞു. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, ദൈവത്തിൽ ജനിച്ചവൻ ഒരു നാളും പാപം ചെയ്യുന്നില്ല, ദൈവത്തിൻ്റെ വിത്ത് അവനിൽ കിടക്കുന്നു അല്ലേ. അതുപോലത്തെ ഒരു സൃഷ്ടിപ്പാണ് എൻ്റെയും നിങ്ങളുടെ അകത്ത് നടന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞാൽ യഥാർത്ഥമായ നമ്മൾ ആരെന്നുള്ള വെളിപ്പാട് നമുക്ക് മനസ്സിലാവും. നമ്മൾ ആരെന്ന് അറിയുക, നമ്മുടെ അകത്ത് വന്ന സൃഷ്ടിപ്പിൻ്റെ മഹത്വം അറിയുക അല്ലേ. ആണോ? നമുക്കാണ് ഈ ആദമിൻ്റെ മകനാണ് ഈ കരച്ചിലും വീഴ്ചയിലും അല്ലെ പേടിയും ഭയമൊക്കെ ഉള്ളത്. അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സ്വരൂപമുള്ള, ദൈവത്തിൻ്റെ സ്വരൂപമുള്ള ഒരു മനുഷ്യൻ അകത്തുണ്ട്. വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ. അവൻ്റെ മുമ്പിൽ ലോകം വരെ മുട്ടുമടക്കും. പാവം എന്തെന്ന് പോലും അറിയത്തില്ല അവന് അല്ലേ. ലോകത്തിലെ ജയിച്ചവനാണവൻ. പക്ഷെ അവൻ ശിശുവായിരുന്നു അല്ലേ. നമ്മൾ അപ്പനെക്കുറിച്ച് അറിയും തോറും അവൻ ജയാളിയായി വളരുകയാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് വിട്ടുപോകുന്നത്. രണ്ടാമത് നമ്മൾ കണ്ടത് നിത്യജീവനെക്കുറിച്ചാണ്. കർത്താവ് യോഹന്നാൻ 10:10 പറഞ്ഞു, കർത്താവ് വന്നതോ ജീവൻ തരുവാനും അത് സമൃദ്ധിയായി തരാൻ വേണ്ടി കർത്താവ് വന്നത്. ആ സമൃദ്ധിക്ക് വേണ്ടിയാണ് ഞാനും നിങ്ങൾ ഇന്നിവിടെ വന്നത് അല്ലേ. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമുക്ക് ജീവൻ കിട്ടി, നിത്യജീവൻ കിട്ടി, ദൈവത്തിന് ജീവൻ കിട്ടി, നശിക്കാത്ത ജീവൻ കിട്ടി, സ്വർഗത്തിലെ ജീവൻ നമുക്ക് കിട്ടി. പക്ഷേ അതിൻ്റെ സമൃദ്ധിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ ഇന്നിവിടെ കൂടി വന്നിരിക്കുന്നത് ആ വചനത്തിനകത്താണ് ജീവനും ആത്മാവും ഇരിക്കുന്നത്. ആ വചനം എത്രത്തോളം വായിക്കുന്നുവോ, ധ്യാനിക്കുന്നുവോ, കേൾക്കുന്നുവോ അത്രത്തോളം ദൈവജീവൻ്റെ സമൃദ്ധിയിലേക്ക് നമ്മൾ വരാൻ കഴിയും. ആ ജീവൻ്റെ സമൃദ്ധിയിലാണ് ദൈവികമായ എല്ലാ സ്വഭാവങ്ങളും അടങ്ങിയിരിക്കുന്നത്. ദൈവിക ക്യാരക്ടർ, ദൈവികമായ അധികാരങ്ങളും വാഴ്ചകളും ദൈവത്തിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ദൈവത്തിൻ്റെ ജീവനകത്താണ്. ആണല്ലയോ? അതെ അതെ, തീർച്ചയായും ആ ജീവൻ്റെ അകത്ത് പണ്ട് എനിക്ക് നിങ്ങൾക്കൊരു ജീവൻ കിട്ടി, എനിക്ക് എൻ്റെ അച്ഛൻ്റെ ജീവൻ കിട്ടി അല്ലേ, സൂക്കേ ജീവൻ കിട്ടി. അതിനകത്ത് അച്ഛൻ്റെ മുഴു സ്വഭാവം ഉണ്ടായിരുന്നു. അച്ഛൻ ഇങ്ങനെ നോക്കുന്നത് അല്ലേ, അച്ഛൻ അങ്ങനെ പോകുന്നതൊക്കെ എൻ്റെ ഫാദറിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, പള്ളിക്കച്ഛനെ കുറിച്ചല്ല പറഞ്ഞത് അല്ലേ. എല്ലാം അത് അറിയാതെ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നതാ നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലേ. ആദർശങ്ങളും അച്ഛൻ്റെ സ്വഭാവങ്ങളൊക്കെ അതുപോലെ തന്നെയാ വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ്റെ അകത്ത്, ആ ജീവനകത്ത് ഇതെല്ലാം ഉണ്ട്. സ്വർഗീയ പിതാവിൻ്റെ ക്യാരക്ടറും എല്ലാം ഉണ്ട്. അറിയും തോറും ആ നമ്മളല്ലേ, ഞാൻ ശിശുവായിരുന്നപ്പോൾ എൻ്റെ അച്ഛനെ പോലെ ഞാൻ കാണിച്ചിട്ടില്ല അല്ലേ. പക്ഷെ വളരും തോറും അച്ഛൻ കാണിക്കുന്ന പോലെ ഞാൻ കാണിക്കാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ നീ അച്ഛന് അല്ലേ, അച്ഛനെ ജനിച്ചാന്നൊക്കെ പറയാറില്ല, അത് സെയിം വന്ന് കാണിച്ചു തുടങ്ങുക അറിയും തോറും. അതുപോലെയാ എൻ്റെ അകത്ത് വീണ്ടും ജനിക്കപ്പെട്ട പുതുമനുഷ്യൻ അപ്പനെക്കുറിച്ച് അറിയും തോറും ആ ജീവനുള്ള ആ ജീവൻ സകല നന്മകളും ഇതിലേക്ക് കടന്നു വരുന്നത്. ആണോ ഇല്ലയോ? യെസ്. അപ്പോൾ അതുകൊണ്ട് ജീവൻ പ്രാപിക്കുവാനും അത് സമൃദ്ധിയായി പ്രാപിക്കാൻ വേണ്ടി കർത്താവ് വന്നത്. നഷ്ടപ്പെട്ടു പോയി, നമുക്ക് ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് തന്നു. ആണോ? യെസ്. ഉൽപ്പത്തിയിൽ 2:7 മണ്ണുകൊണ്ട് മനുഷ്യനുണ്ടാക്കി അല്ലേ. കർത്താവ് യഹോവയായ ദൈവം ഒരു ഊത്തൂതി അല്ലേ, ഭൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷ ഭാഗം 19-ാം അധ്യായം അല്ലേ 20-ാമത്തെ വാക്യം അല്ലേ, അവിടെ കർത്താവ്
ശിഷ്യന്മാരുടെ മേൽ ഊതി ഒരു പുതിയ സൃഷ്ടിപ്പ് നടത്തുകയാണ്. ഇവിടെ ഉൽപ്പത്തിയിൽ നടന്ന ഒരു നഷ്ടപ്പെട്ടു പോയ ആ ജീവനെ വീണ്ടും ക്രിസ്തു കാൽവറി ക്രൂശിലൂടെ ഒരു പുതിയ ഊതി ഒരു പുതിയ സൃഷ്ടിപ്പ് നടത്തുകയായിരുന്നു അവിടേക്ക്. അതാണ് നമ്മളെല്ലാവരും ജയാളികളായ ഒരു കൂട്ടർ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ കഷ്ടതയോ ദുഃഖമോ ജോലി നഷ്ടപ്പെട്ടോ സമ്പത്ത് പോയോ പ്രശ്നങ്ങൾ വന്നാലും നമുക്കൊരു കുലുക്കുലാതിരിക്കുന്നത് അറിയാമോ? ഒരു പുതിയ സൃഷ്ടിയുള്ളത് കൊണ്ട് തന്നെയാണ്. ഒന്നുമില്ലാതെ നമുക്ക് നിൽക്കാൻ ഒരു തരം മണ്ണ് പോലും ഇല്ലെങ്കിലും പറയും ഞാൻ ജയാളികളാണെന്ന്. കാരണം അറിയാമോ, നാം സാക്ഷാൽ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവജീവൻ്റെ മക്കൾ. ഇന്നിവിടെ വിട്ടാൽ നിത്യതയിലാണ്. വിതിൻ സെക്കൻഡ് മരണാന്തര ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 3 സെക്കൻഡ് എന്നൊക്കെ പറയുന്ന സെൻസ് എന്തുമാവട്ടെ, ആ 3 സെക്കൻഡിനുള്ളിൽ നമ്മൾ എത്തേണ്ട ഇരിപ്പിടത്ത് നമ്മൾ എത്തിയിരിക്കും. ആ ഒരു വെളിപ്പാട് നമ്മുടെ അകത്തേക്ക് നമുക്ക് ജീവിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്, മിനിസ്ട്രിയെ നമ്മെ പ്രേരിപ്പിക്കുന്നത്, അല്ലേ? ആണോ? യെസ്. ഇത് ആരും കഷ്ടമില്ലാത്തവർ ആരും ഇടിക്കും, എല്ലാം പ്രശ്നങ്ങൾ രോഗങ്ങളും കഷ്ടങ്ങളൊക്കെ ഉള്ളൂ. എന്നാലും അതൊക്കെ വേച്ച് വന്നാലും നമ്മളിവിടെ വന്നിരിക്കുന്നതെന്നാണെന്ന് അറിയാമോ? ആ കർത്താവിൻ്റെ ജീവൻ നമ്മുടെ അകത്തുള്ളത് കൊണ്ട് തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാനോ കുറയണം അവനോ വളരണം. ഞാൻ കുറയുമ്പോൾ ഒരുപക്ഷെ വേച്ചൊക്കെ വരും നമ്മൾ, നടുവിലേക്ക് താങ്ങേക്ക് വരും. അത് ഞാൻ കുറയുന്നത് കൊണ്ടാണ്. ഒന്നും മിണ്ടിയില്ല. യെസ്, നാം കുറയുന്നത് കൊണ്ടാണ് ആ വേച്ച് വയറൊക്കെ തള്ളിക്ക് വരുന്നത്. പക്ഷേ അകത്തെ മനുഷ്യൻ വളരുന്നു എന്ന് ഒരു കാര്യം ഓർത്താൽ മതി. നാമം കുറയുമ്പോൾ അവനോ വളർന്നുകൊണ്ടിരിക്കും. അപ്പം അതുകൊണ്ട് ആ നിത്യജീവൻ്റെ സമൃദ്ധിയിലേക്ക് വേണ്ടിയ ജീവൻ തരാനും സമൃദ്ധിയിലേക്ക് വരാൻ വേണ്ടി കർത്താവ് വന്നത് നമ്മൾ പഠിച്ചതാണ്. മൂന്നാമത് കൂട്ടായ്മ. വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമായിരുന്നു കൂട്ടായ്മ, അല്ലേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന കൂട്ടായ്മയിലേക്കാണ് അപ്പോസ്തലന്മാർ കടന്നു കയറിയത്. അപ്പോസ്തലന്മാർ പറഞ്ഞു, നിങ്ങൾക്ക് കൂട്ടായ്മ, ഞങ്ങൾക്ക് കൂട്ടായ്മ ഉള്ളത്, അല്ലേ? നമുക്ക് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധന്മാരുമായിട്ട് കൂട്ടായ്മ ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് കൂട്ടായ്മ നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ റീസൺ മാത്രമേ ഉള്ളൂ, നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മയില്ല. സൺഡേ നമുക്ക് പലപ്പോഴും വരാൻ കഴിയുന്നില്ല, അല്ലേ? മറ്റ് കല്യാണം, ബൗത്തീസ്, വീട് താമസം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ സഭയിലെ ഒന്നിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതിന് കാരണം നമുക്ക് ദൈവമായിട്ട് കൂട്ടായ്മ ഇല്ലാത്തത് മിസ്റ്റേക്കാണ്. ദൈവമായിട്ട് കൂട്ടായ്മ ഉണ്ടെങ്കിൽ, പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മുടെ കൂട്ടായ്മ നമുക്ക് മാറ്റിവെക്കാൻ പറ്റത്തില്ല. കാരണം ഇത് അത്രയും പ്രാധാന്യമുള്ളതാണ്. അത് യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. യോഹന്നാന്റെ ലേഖനം, ഞങ്ങളുടെ കൂട്ടായ്മ പിതാവോടും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനോടും ആകുന്നു, നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്, അല്ലേ? അപ്പോൾ ദൈവമായി കൂട്ടായ്മ ഉള്ളവർക്ക് മാത്രമേ നമ്മളുമായിട്ട് എന്തുള്ളൂ? കൂട്ടായ്മയുള്ളൂ. അത് മറന്നു പോകരുത്. നമ്മൾ ആഴമായി അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. നാളെ നമ്മൾ ചിന്തിച്ച കാര്യം, വാഴ്ചയും അധികാരവും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി പഠിച്ചതാണ്. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുവാൻ. 5 കാര്യങ്ങൾ നമ്മൾ ഉൽപ്പത്തിയിൽ മനുഷ്യനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം. സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴണം. പക്ഷേ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറയുവാൻ നമ്മൾ പാപനിമിത്തം പഠിച്ചിട്ടുണ്ട്, അല്ലേ? പക്ഷേ അടക്കുവാനും വാഴുവാനും നമുക്കറിയത്തില്ല. അത് പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയതാണ്. ക്രിസ്തു വന്നത് നമ്മെ അതൊന്ന് വിടുവിച്ച് അടക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ തന്നെ സ്പിരിച്വൽ മണ്ഡലങ്ങളിൽ വാഴുവാനും കൂടി ദൈവം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? പണ്ട് ഏതോ ഒരു ക്ലാസ്സിൽ കോറോണേഷൻ ഡേയിൽ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കർത്താവ് ആത്മമണ്ഡലങ്ങളിൽ രാജാവായി, സിയോണിൽ രാജാവായതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെ മേൽ കൃപയിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, വെറും വിക്കനും വിറയിലും ഒരു ഒരു ചില്ലിട്ട് ഓഫീസിനകത്ത് കയറാൻ പോലും കൈകാര്യം വിറച്ച ഒരു വ്യക്തി ഇന്ന് ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പേ പ്രസംഗിക്കുന്ന വ്യക്തിയായി മാറ്റി. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ സിയോണിൽ രാജാവായപ്പോൾ അവിടെ എൻ്റെ മേൽ പകർന്ന കൃപാവരങ്ങളാ, ദാനങ്ങളാ ഈ നമ്മളെ പ്രാപ്തരാക്കിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വാഴ്ചകളൊക്കെ തിരിച്ചു നൽകാൻ വേണ്ടിയാണ് കർത്താവ് ഈ നമുക്ക് ഭൂമിയിലേക്ക് വന്ന് കാൽവരി ക്രൂശിൽ മരിച്ചത്. പിന്നെ അതിൻ്റെ കൂടെ, അല്ലേ, ഈ അത്ഭുതവും അടയാളം അതിൻ്റെ കൂടെ കിടക്കുകയാണ്. പക്ഷെ അതല്ല മുഖ്യം, അല്ലേ? ആണോ? യെസ്. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തിയൊക്കെ നടക്കും, അതൊക്കെ നല്ല കാര്യമാണ്, നന്മകളൊക്കെ നമുക്ക് ലഭിക്കും. ഇതല്ല ഇവിടുത്തെ, അതൊക്കെ ശവപ്പറമ്പ് വരെയുള്ളൂ. നമുക്ക് മെയിൻ കർത്താവ് വന്നത് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടിയാണെന്ന് എന്ന കാര്യത്തിൽ മറന്നു പോകരുത്. കർത്താവ് നമ്മൾ വാഴ്ച നഷ്ടപ്പെട്ടു പോയി. ദൈവം കർത്താവ് 7 കിങ്ഡത്തെ ഉണ്ടാക്കി. നമുക്കറിയാം 6th കിങ്ഡമായ മനുഷ്യരാജ്യത്തെ 5 കിങ്ഡമായ, അല്ലേ, പറവജാതി, ഇഴജാതി, മൃഗങ്ങൾ, അല്ലേ, ഉരകങ്ങൾ, മരങ്ങളുടെ മേൽ, ഈ ഭൂമിയിൽ മേൽ വാഴുവാൻ ദൈവം അധികാരം കൊടുത്തു മനുഷ്യന്. 5 കിങ്ഡത്തിന് മേൽ ഭരണം കൊടുത്തു മനുഷ്യന്. 6ാമത്തെ രാജ്യത്തിന് മേൽ ദൈവം മനുഷ്യനാക്കി വെച്ചു. പക്ഷേ പാപനിമിത്തം 6ാമത്തെ രാജ്യം പിശാചിന് കൈമാറിയിട്ട് മനുഷ്യൻ ഭൂമിയിലേക്ക് മാറ്റപ്പെട്ടു പോയി. ഇല്ലെങ്കിൽ ഈ വാഴേണ്ട മനുഷ്യനാ നഷ്ടപ്പെട്ടു പോയി. ഈ വാഴ്ച മടക്കി തരാൻ വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ വന്ന് നമുക്ക് വേണ്ടി മരിച്ചത്. ഹല്ലേലൂയ. ഇന്ന് അതുകൊണ്ട് ഒരു പാറ്റ ഓടിയാൽ മതി, നമ്മൾ കിടുകിടാവറക്കം, അല്ലേ? ഒരു പൂച്ച രാത്രി ഒച്ച ഉണ്ടാക്കിയാൽ മതി. വീടിൻ്റെ തട്ടുപുറത്ത് എന്ത് സാധനം?
ആ മരപ്പെട്ടി എന്ന് ഇളകിയാൽ മതി, ആ പിശാച് ഇളകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എവിടേക്കോ ആ വാഴ്ചകൾ നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഭയങ്ങളൊക്കെ കടന്നു വരുന്നത് അല്ലേ. ഒരു പല്ലി ചാടിയാലോ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പാറ്റ ഓടിയാൽ മതി. കാരണം ഇതൊക്കെ ഈ ഒരു വിഷയം അത്രയും ഒരു വലിയ ആഴമായൊരു ഈ ഒറ്റ പിക്ചർ, വലിയ മർമ്മങ്ങളടങ്ങിയ പിക്ചറാണ്. ഈ 5 കിങ്ഡത്തിന് മേൽ ഭരിക്കുവാൻ ദൈവം നൽകിയതാ. പക്ഷേ പാപനിമിത്തം നമ്മുടെ അധികാരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയതാണ്. അത് മടക്കിത്തരാൻ കർത്താവ് ഭൂമിയിലേക്ക് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ആഴമായി പഠിച്ചതാണ്. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ പഠിച്ചതാ, അനേക രാജമുടികൾ യേശുവിൻ്റെ തലയിന്മേലുണ്ട്. രാജാവായിരിക്കുന്ന, രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വന്ന കർത്താവിൻ്റെ തലയിൽ അനേക രാജമുടിയും. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുമ്പോൾ മെനി ക്രൗൺസ്, ഒരുപാട് കിരീടങ്ങൾ യേശുവിൻ്റെ തലയിലുണ്ട്. അത് യേശുവിന് വെച്ച് കളിക്കാൻ വേണ്ടിയല്ല, രസിക്കാൻ വേണ്ടിയല്ല, ജയാളികളായി ചെയ്യുന്നവരുടെ മേൽ ജയാളികളായി അവിടെ ചെല്ലുന്നവർക്ക് തലയിൽ നിന്ന് ഓരോന്നായി എടുത്തു വെക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതെല്ലാം വാഴ്ചകളും അധികാരങ്ങളും നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഞാൻ വിട്ടുപോകുകയാണ്. അതുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ആവുക, ബിക്കം മെനി, ടു ബി, ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യം. ഇതൊക്കെ കർത്താവ് നമ്മെക്കുറിച്ച് ഉൽപ്പത്തി 1:28 പറഞ്ഞു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി. 5-ാമത്തെ കാര്യം വാഴുവാൻ. ഈ വാഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. സ്പിരിച്വലി നമ്മളിപ്പോൾ വാണുകൊണ്ടിരിക്കുകയാണെന്നാൽ 1000 ആണ്ടിലാണ് യഥാർത്ഥമായ നമ്മുടെ വാഴ്ചകൾ തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിക്കുന്ന 1000 ആണ്ടില്ല. അതാണ് ലിറ്ററൽ കിങ്ഡം. അതിനെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പഠിച്ചു, ഇനിയുള്ള വരാനിരിക്കുന്ന 2 കിങ്ഡത്തിലേക്ക് കടക്കണമെങ്കിൽ, ക്രിസ്തുവിനോടുകൂടെ ജീവിക്കണമെങ്കിൽ 1ാമത്തെ കിങ്ഡത്തിനകത്ത് നമ്മൾ കടക്കണം. ഏത് കിങ്ഡത്തിനകത്ത് കടക്കേണ്ടത്? 1000 ആണ്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ കിങ്ഡത്തിലും വരാനിരിക്കുന്ന, അതിനുശേഷം വരാനിരിക്കുന്ന എറ്റേണൽ കിങ്ഡത്തിനകത്തും കടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ ആയിരിക്കുന്ന ആത്മീയ അല്ലേ കിങ്ഡത്തിനകത്ത്, ദൈവരാജ്യത്തിനകത്ത്, ആത്മീയമായ ദൈവരായ നമ്മുടെ അകത്ത് വന്ന് ദൈവം സ്ഥാപിക്കുവാൻ നാം വിട്ടുകൊടുക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ ഞാനല്ല ഭരിക്കേണ്ടത്, എൻ്റെ ഭാര്യയല്ല എൻ്റെ ഹൃദയത്തിലിരിക്കേണ്ടത്, എൻ്റെ ജോലിയല്ല എൻ്റെ ഹൃദയത്തിലിരിക്കേണ്ടത്, എൻ്റെ സൗന്ദര്യമോ എൻ്റെ ബിസിനസ്സോ എൻ്റെ ഒന്നുമല്ല എൻ്റെ ഹൃദയത്തിനകത്ത് നിന്ന് വാഴേണ്ടത് കർത്താവായിരിക്കണം. അങ്ങനെ ഉള്ളവർക്കേ നിത്യതയിൽ ഈ പറഞ്ഞ ഞാൻ ഇനി പറയാൻ പോകുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കേൾക്കാൻ കിടക്കുന്നതൊക്കെ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവർക്കുള്ള ക്ലാസ് അല്ല ഇത്. മനസ്സിലായോ? യെസ്, ഇത് നിത്യതയോളം മതത്തിലുള്ള ക്ലാസ്സുകൾ എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ആ കർത്താവ് നമ്മുടെ പുതുമനുഷ്യനെ സൃഷ്ടിച്ചിട്ട് 8 മനോഹരമായ സ്ഥലങ്ങൾ നമ്മൾ ഇരുത്തിയിരിക്കുന്നത് അല്ലേ. നമ്മളെവിടേക്കാണ് ഇരുത്തിയിരിക്കുന്നത്? അവനെക്കുറിച്ച് നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ സിയോൺ പർവ്വതത്തിലും ജീവനുള്ള ദൈവത്തിൻ്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിലും 1000 ദൂതന്മാരുടെ സർവ്വസംഘത്തിലും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദിജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിൻ്റെ അടുക്കൽ അത്രേ നിങ്ങൾ എത്തിയിരിക്കുന്നത്, വന്നിരിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യൻ ഇപ്പോൾ എവിടെയാണെന്നറിയാമോ? യഥാർത്ഥമായി നമ്മുടെ ആത്മാവിരിക്കുന്നത് സ്വർഗീയ സിയോണിൽ, അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലകത്ത് ദൈവം ഭരിക്കുന്ന, ദൈവം കൂടുന്ന കൗൺസിലിൽ എൻ്റെയും നിങ്ങളുടെയും അകത്തെ ആത്മാവിരിക്കുന്നുണ്ട് അല്ലേ. പുതുമനുഷ്യൻ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 7 സഭയോട് പറയുമ്പോൾ 7 സഭയോടും പറയുന്ന കാര്യമുണ്ട്, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ചെവിയല്ല, അകത്തെ പുതുമനുഷ്യരുടെ ചെവി ഒരു ദൈവസ്വരം കേൾക്കുവാൻ ഉരുവാകണം. അങ്ങനെ അതുകൊണ്ട് ദിവസം വരെ പറയാറില്ലേ, ഞാൻ കഥ കേട്ടിട്ട് ചെയ്തെന്ന്. അങ്ങനെ കേൾക്കാൻ പഠിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം. അതുകൊണ്ടാണ് ബൈബിൾ സ്റ്റഡി നമ്മൾ ബൈബിൾ 5 അധ്യായം വായിക്കാൻ വേണ്ടി വെച്ചത്. ഓരോ ദിവസം ബൈബിൾ വായിക്കുമ്പോൾ ദൈവസ്വരം കേൾക്കണം, ദൈവം നമ്മളോട് സംസാരിക്കണം, അത് ധ്യാനിക്കണം. വഴിയാത്രയിൽ ഓരോ ദിവസം നടന്നു പോകുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ അത് ധ്യാനിക്കണം. അതിൽ നിന്നുള്ള വൈറ്റമിൻസും അല്ലേ മിനറൽസൊക്കെ അത് അകത്തെ കയറുന്നത് പോലെ, ഫുഡ് കഴിക്കുമ്പോൾ അത് പ്രാപിക്കുന്നത് പോലെ നമുക്ക് ദൈവജനത്തിൻ്റെ ജീവനും ആത്മാവിനെയും നമുക്ക് അങ്ങനെ ലഭിക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ആ വാഴ്ചയ്ക്ക് വേണ്ടി, ആ അധികാരം ലഭിക്കുന്ന വാഴ്ചയ്ക്ക് വേണ്ടി ദാവീദിനൊക്കെ ചെറുപ്പത്തിൽ തന്നെ, ബാലനായിരിക്കുമ്പോൾ തന്നെ ദാവീദിന് മുമ്പിലേക്ക് വലിയ സിംഹങ്ങളെയും അവനേക്കാൾ വലിയ കരടികളെയൊക്കെ അഴച്ചത് അല്ലെങ്കിൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കഷ്ടമഴച്ചത്, ഭയപ്പെടുത്തി, ദൈവം അവനെ ഭയപ്പെടുത്തി പിന്തിരിഞ്ഞ് ഒഴിപ്പിക്കാൻ വേണ്ടിയല്ല, അതിനെ ദൈവത്താൽ സാധ്യമാകുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം അതെല്ലാം ചെയ്തത്. ഇതൊക്കെ ട്രെയിനിങ്ങാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന കഷ്ടവും ദുഃഖവും രോഗവും നിന്ദയും പരിഹാസങ്ങളും ആട്ടും തുപ്പൊക്കെ ഇതൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അഴക്കുന്നത് നമ്മൾ ട്രെയിനിങ്ങാണ് നമ്മുടേത്.
ഇനി പ്രശ്നം വന്നാൽ ഇടറിപ്പോകാതെ, പതറിപ്പോകാതെ, മറ്റുള്ളവരെ പഴിചാരാതെ നമ്മൾ അത് ഒരു ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതാ. ദാവീദ് ബാലനായിരിക്കുമ്പോൾ അവനെ കൊണ്ട് ഒന്നും കൂട്ടിയെ കൂടത്തൊന്നുമില്ലത്. ഒരു കുഞ്ഞിക്കൊച്ചിന് എങ്ങനെയാ ഒരു സിംഹം വന്നാൽ കിടന്ന് മോങ്ങും കിടന്നിട്ട്, നമ്മൾ മോങ്ങുന്നത് പിന്നെയാണ് 10-16 വയസ്സുള്ള കോമള രൂപനായിരിക്കുന്ന പിള്ളേർ മോങ്ങാതിരിക്കുന്നതല്ലേ. കാരണം അറിയാമോ, അവിടെയും യഹോവയെ ആത്മാവിനാൽ എനിക്ക് സാധ്യമാകും. ട്രെയിനിങ് അതല്ലേ നമ്മുടെ ജീവിതത്തിൽ വരുന്നത്, എല്ലാം ട്രെയിനിങ്ങാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? വാഴ്ച തിരിച്ചു വാഴാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ, നമുക്കൊരു സഭക്കകത്തോ പ്രശ്നം വരുമ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ ഓടി ഒളിക്കും. പണ്ട് ഞാൻ അങ്ങനെയാണ്. സൈറ്റിലൊരു പ്രശ്നം വരുമ്പോൾ എന്നറിയാമോ, പിന്നെ എന്നെ മഷിയിട്ട് നോക്കി കാണത്തില്ല. അവിടെ സൈറ്റിൽ ജോലി സ്ഥലത്ത് യൂണിയൻകാർ വന്നിട്ട് ഞങ്ങളുടെ പണിക്കാരെ CIT-ക്കാരെ കയറ്റിയില്ല, INTC-ക്കാരെ കയറ്റിയില്ല, അല്ലേ, ഞങ്ങൾക്ക് പിരിവ് തന്നില്ല. സൈറ്റിൽ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പിന്നെ എന്നെ മഷിയിട്ട് നോക്കി കാണത്തില്ല അവിടെയെങ്കിലും. പക്ഷെ ഇപ്പം അതല്ല, എന്തു വന്നാലും മുഖാമുഖം. ദൈവം കൃപ നൽകും നമുക്കത്. കാരണം നമ്മുടെ ആരെന്നുള്ള വെളിപ്പാടും എന്തിലേക്കെന്നുള്ള വെളിപ്പാടും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് എല്ലാം ഫേസ് ചെയ്യാൻ പഠിക്കുന്നത്. ഹല്ലേലൂയ. ഓടി ഒളിക്കുകയല്ലത്. തെറ്റുപറ്റിയ തെറ്റുപറ്റിപ്പോയി നമ്മൾ പറയും. അവിടെ മടിയുമില്ല നമുക്ക് പറയാം, അല്ലേ? ഓക്കെ. അപ്പം ഇതൊക്കെ ഒരു ട്രെയിനിങ്ങാണ്. ബാലനായിരിക്കുന്ന ദാവീദ് ഗോലിയാത്തിനെ കൊന്നത്, അത് 9-10 അടിയോ പൊക്കത്തിലുള്ള ഗോലിയാത്തിനെ 11 അടി 15 സംതിങ്ങാനുള്ള ആ ഗോലിയത്തിനെ കൊല്ലണമെങ്കിൽ അതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ട്രെയിനിങ് ആയിരുന്നു. ഒരു ഭാവി ആദ്യം യഹൂദ ഗോത്രത്തെ മുഴുവൻ ഭരിക്കുവാൻ, വീണ്ടും 10 ഗോത്രങ്ങൾ, 2 ഗോത്രങ്ങൾ ഭരിക്കുവാൻ ആദ്യം രാജാവായി, വീണ്ടും കുറേ നാൾക്ക് ശേഷം 10 ഗോത്രങ്ങളടങ്ങുന്ന, അല്ലേ, ആ ഗോത്രങ്ങളെ ഭരിക്കുവാൻ രാജാവായി വാഴുവാനൊക്കെ അദ്ദേഹത്തെ ഈ ട്രെയിനിങ്ങിലൂടെ പ്രാപ്തനാക്കുകയായിരുന്നു. നമ്മളാക്കി വെച്ചിട്ടല്ല, അല്ലേ, ട്രെയിനിങ്. ഇതൊക്കെ ട്രെയിനിങ് പീരീഡ് നമ്മുടെ മിനിസ്ട്രിയിലേക്കുള്ള അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ് നമുക്കിവിടേക്ക്. പതറിപ്പോകാതെ, തമ്മിൽ ഇടർച്ച ഉണ്ടാക്കാതെ, ദൈവസ്നേഹത്തിൽ, അല്ലേ, സമാധാനം ഉണ്ടാക്കുന്നവർ അവർ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടും. എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് എനിക്ക് മാത്രം എന്തിനേ വന്നു എന്ന് പറഞ്ഞ് ചോദിക്കാതെ അവിടെ എങ്ങനെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും സ്നേഹത്തിൽ. അതൊക്കെ നമ്മൾ പഠിക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്നുമാകട്ടെ നമ്മളത് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ. അപ്പോൾ 4-ാമത്തെ കാര്യം, നമുക്ക് നഷ്ടപ്പെട്ടു പോയ വാഴ്ചകളും അധികാരം, അല്ലേ. ആദ്യം എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്? ആദ്യം വിട്ടുപോയല്ലോ ഞാനത്, ഓർമ്മയുണ്ടോ? അവൻ്റെ സ്വരൂപ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അടുത്തത് നിത്യജീവൻ നഷ്ടപ്പെട്ടു പോയി, കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി, പിന്നീട് ഈ പറഞ്ഞ വാഴ്ചയും അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഇതൊക്കെ മടക്കി തരാൻ വേണ്ടി കർത്താവ് മുമ്പിലേക്ക് വന്നത്. നമ്മുടെ പട്ടിണി മാറ്റാനും, അല്ലേ, നമ്മുടെ വീടിൻ്റെ മുകളിൽ ഒരു തന്നെ കൂടി പണിയാൻ വേണ്ടൊന്നും അല്ല. അതൊക്കെ കൂടെ പോരുന്നതാ. കർത്താവിൻ്റെ കൂടെ അടക്കും ഇതൊക്കെ ഉണ്ട്. ഹലോ, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യം ഈ സാധനമാണ്. നമുക്ക് ദൈവത്തിൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എന്ത് വേണം? മടക്കി പിടിച്ചേ മതിയാകത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെയൊക്കെ നമുക്ക് തന്നിരിക്കുന്നത്. 5-ാമത്തെ കാര്യം, നഷ്ടപ്പെട്ടു പോയ 5-ാമത്തെ കാര്യം, നമുക്കുണ്ടായിരുന്നതും പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയതും ക്രിസ്തുവിലൂടെ നമുക്ക് മടക്കി ലഭിക്കുന്നതുമായ 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത് മഹിമ അല്ലെങ്കിൽ തേജസ്, അല്ലെങ്കിൽ ഗ്ലോറി എന്നൊക്കെ പറയുന്ന കാര്യമാണ് നമുക്ക് 5-ാമത് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന് തേജസ് എന്ന വസ്ത്രം നഷ്ടപ്പെട്ടു പോയതാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് കാണുന്ന പോത്തീസും, ഞങ്ങൾ മോൻ്റെ കല്യാണം പ്രമാണിച്ച് കുറേ തുണിക്കടയിലൊക്കെ കയറേണ്ടി വന്നു. കണ്ടു കാണുമല്ലോ, എൻ്റെ കോലമൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ തുണിക്കടകൾ പോത്തീസും എന്താണ്, അയ്യോ, ജയലക്ഷ്മിയും ചീമാട്ടിയൊക്കെ ശ്രദ്ധിച്ചു നോക്കിയേ, ഇതൊന്നും ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പാപം നിമിത്തം മനുഷ്യന് ആ തേജസ് വസ്ത്രം ഊരിക്കളഞ്ഞപ്പോഴാണ് ഈ മുതലാളിമാർക്ക്, ബീനാക്കണ്ണനൊക്കെ ഈ തുടങ്ങാനുള്ള വന്നത്. ഹലോ, സത്യം ഞാൻ പറഞ്ഞ സത്യമല്ലേ? അപ്പോൾ പാപം നിമിത്തം ആ ഉലിഞ്ഞങ്ങട് പോയി നമ്മുടെ വസ്ത്രം. ആ നഷ്ടപ്പെട്ടതോടുകൂടി പിന്നീട് നമുക്ക് നമ്മളായിട്ട് പ്രത്യേകമായ വസ്ത്രങ്ങളൊക്കെ തിളങ്ങുന്നതും തിളങ്ങാത്തതും ഒക്കെ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങി എന്ന് പറയട്ടെ. റോമർ 3:23, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് പാപം നിമിത്തം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ്റെ 5-ാമത്തെ കാര്യമാണെന്ത്? ദൈവ തേജസ്. എത്രയോ ദിവസങ്ങൾ നമുക്കറിയത്തില്ല, എത്രയോ ആഴ്ചകൾ, മാസങ്ങൾ, നമുക്കൊന്നും അറിയത്തില്ല. അതിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നില്ല, മൗനമാണ്. എന്നുമാവട്ടെ, ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ ദൈവത്തോട് ജീവിക്കുമ്പോൾ മനുഷ്യന് നാണമെന്ന സാധനം ഉണ്ടായിരുന്നില്ല. ഞാൻ കളിയാക്കി പറഞ്ഞല്ലോ, നാണമെന്ന് വെച്ചാൽ, അല്ലേ, ഒരു നാണം ഉണ്ടായില്ല. കാരണം അവൻ്റെ എന്തുണ്ട്? ദൈവത്തിൻ്റെ സ്വരൂപവും സാദൃശ്യം യഥാർത്ഥമായി വെളിപ്പെട്ട് വരുമ്പോൾ നമ്മുടെയും പുറത്തത് വെളിപ്പെട്ട് വരികയാണ്.
നഷ്ടപ്പെട്ടു പോയത് ഈ നിത്യജീവൻ്റെ സമൃദ്ധിയിലേക്കും സ്വരൂപവും സാദൃശ്യം. സ്വരൂപം എന്താ? നീതിയും വിശുദ്ധിയും. സാദൃശ്യം എന്താ? ആത്മാ, ദേഹി, ദേഹം, ഓർഡർ, അല്ലേ? ഇതിലേക്ക് മടങ്ങി നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്ലോറിക്ക് വേണ്ടി, ഈ മഹത്വത്തിന് വേണ്ടി നമ്മളൊരു കടയിലും പോകേണ്ട, അന്വേഷിക്കേണ്ട, ഉപവസിക്കേണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് ഓർഡർ ശരിയാകുമ്പോൾ നമ്മുടെ മേൽ വന്ന് വീഴുന്ന സാധനമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിന് ഉപവസിക്കണം, അത് വേറെ കാര്യം, നല്ല കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആ ജീവൻ്റെ സമൃദ്ധിയിലേക്ക്, ദൈവമുള്ള കൂട്ടായ്മയിലേക്ക് ഒക്കെ വളർന്നു വരുമ്പോൾ, ആ സ്വരൂപത്തിലേക്ക് അല്ലേ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരികയാണ്. ഗ്ലോറി, മഹത്വം, അല്ലേ? ഓക്കെ, ഇത് ആഴമായൊരു വേറെ ക്ലാസ്സാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു അല്പം മാത്രമേ ഇതിൽ എഴുതിയിട്ടുള്ളൂ. കാരണം ഇത് വേറൊരു വിഷയമാണ്. കാരണം ഇത് മനുഷ്യൻ്റെ വിശുദ്ധീകരണത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ എന്താ പറയുക, ഇന്നർ ഹീലിങ്ങോടുള്ള നമ്മൾ താഴെ പഠിക്കുന്ന അതിനോടുള്ള ബന്ധത്തിൽ പഠിക്കുന്ന കാര്യമാണ്. എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ആ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം നടക്കുന്നുവോ അത്രത്തോളമാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് എന്ന് പറയുന്നത്. ഞാൻ അത്രയും പറഞ്ഞത് വിടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നമ്മുടെ വിശുദ്ധീകരണം നടക്കുന്നുവോ അത്രത്തോളം നമുക്ക് ദൈവ തേജസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിപ്പോഴല്ല, കർത്താവ് വെളിപ്പെടുമ്പോൾ അവനായിരിക്കുന്ന പോലെ അന്ന് ഞാനും വെളിപ്പെട്ട് വരും. അന്നേ അറിയത്തുള്ളൂ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുവെന്ന് നമുക്ക്, അല്ലേ? ഇന്നൊരു പക്ഷേ ആത്മാവ് ഗ്രഹിച്ചറിയാം. എങ്കിൽ പോലും ഞാൻ പറയുക, പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. കർത്താവ് വെളിപ്പെടുമ്പോൾ ആ വസ്ത്രത്തിൻ്റെ മഹത്വം നമുക്കന്ന് വെളിപ്പെട്ട് വരും. തൽക്കാലം മാത്രം ഞാൻ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ റോമർ 3:23 പറയുക, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും, മാനവരാശി മുഴുവൻ അടക്കി പറയുക, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരെ. അപ്പോൾ ഉൽപ്പത്തിയിൽ അതുണ്ടായിരുന്നു. അതുകൊണ്ട് റോമർ 3:10-12 വാക്യങ്ങൾ പഠിക്കുമ്പോൾ, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്നവനുമില്ല, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. അപ്പോൾ ദൈവ തേജസ് നഷ്ടപ്പെട്ടു പോയപ്പോൾ ഈ വന്ന കാര്യങ്ങളാണ്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് അത്ര വായിച്ച് മനസ്സിലായി കാണാം നമുക്കത്. സംഗീതത്തിൽ 14:3-4 പറയുന്നു, ദൈവമില്ല എന്ന് മൂഢൻ എൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്നിട്ട് പറയുക, താഴേക്ക് വായിച്ച് താഴേക്ക് വരുമ്പോൾ, എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുക. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവൻ നഷ്ടപ്പെട്ടു പോയ 5ാമത്തെ കാര്യമെന്ന് പറയുന്നത് ദൈവ തേജസ്. നമ്മുടെ മേൽ ദൈവം ഉടുത്തിരുന്ന, അല്ലേ, ഇട്ടിരുന്ന വസ്ത്രമെന്ന് പറയുന്ന, നാണത്തെ മറച്ചിരുന്ന ആ വസ്ത്രം, ഹല്ലേലൂയ, അത് മടക്കിത്തരാൻ പോകുക ദൈവം നമുക്കത് മടക്കിത്തരാൻ പോകുന്ന കാലമാണ്. അതുകൊണ്ട് സംഗീതം 89:44 പറയുക, അവൻ്റെ തേജസ് നീ ഇല്ലാതാക്കി, അവൻ്റെ സിംഹാസനത്തെ നിലത്ത് തള്ളിയിട്ട് കളഞ്ഞു. ഉൽപ്പത്തിയിൽ നമുക്കറിയാം, വായിച്ചതുപോലെയൊക്കെ വാഴുവാൻ വെച്ചതാ, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി നിറഞ്ഞ് അടക്കി വാഴുവാൻ വെച്ചതാ. പക്ഷേ പാപം നിമിത്തം ദൈവം അവൻ്റെ തേജസ്സിനെ വലിച്ചൂരിക്കളഞ്ഞു. അവൻ്റെ വാഴുവാനുള്ള അവൻ്റെ അധികാരത്തെ തള്ളിയിട്ട് കളഞ്ഞു. നമ്മുടെ ജീവിതത്തിൽ അന്നു മുതൽ ദൈവ തേജസ് വസ്ത്രം നഷ്ടപ്പെട്ടു പോയി. തൊട്ടു മുമ്പ് വരെ, ആ പാപം ചെയ്ത് തൊട്ട് മുമ്പ് വരെ മാനവരാശിയായ ആദമിൻ്റെയും ഹവ്വയുടെയും ജീവിതത്തിന്മേൽ ഒരിക്കൽ പോലും ദൈവം കടന്നു വന്നപ്പോൾ ഞാൻ നഗ്നനാണെന്ന് അവൻ ചിന്തിച്ചിട്ട് പോലുമില്ല. കാരണം പാപമാണ് ഒരുവൻ്റെ നഗ്നതയെ വെളിപ്പെടുത്തുന്നത്. ഇതിൽ ഒരു ദൂതുകൊണ്ട് ഇല്ലേ, നിങ്ങൾ ഓർത്താൽ മതി. ഞാൻ എന്നെക്കൊണ്ട് കൊള്ളത്തില്ല, അല്ലേ, എന്നെക്കൊണ്ട് ആകില്ല എന്നൊക്കെ നമുക്ക് തോന്നുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ നഗ്നനാണ്. എവിടെയോ നമ്മുടെ ദൈവമുള്ള ബന്ധത്തിൽ എവിടെയോ മിസ്റ്റേക്കുണ്ട്. എവിടെയോ ഞാൻ അറിയാതെ പാപം ചെയ്തിട്ട് അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ എവിടെയോ മറഞ്ഞു കിടക്കുന്നുണ്ട്. പല ഇതുപോലത്തെ തെറ്റുകളാണ് നമ്മെ ദൈവത്തിന് അകറ്റിക്കളയുന്നത്. ഗ്രഹിച്ചു ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ നീതിമാനാണ്, ശ്രദ്ധിച്ചു നോക്കിയോ, റോമർ 3-ാം മുതൽ പഴകി പഠിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന് നീതിമാനെന്നുള്ള വെളിപ്പാട്, അല്ലേ, പാപി എന്നല്ല നീതിമാൻ, പാപി എന്ന ലേബൽ മാറ്റിട്ട് നീതിമാനാക്കി എന്ന ലേബൽ അറിയുമ്പോൾ ഒരു സത്യം നമുക്ക് ഉറപ്പാണ്, ഞാൻ ദൈവമുള്ള ആഴമായ ബന്ധത്തിലേക്ക് കടന്നു വരികയാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെയും നമുക്ക് അറിയാതെ പാപം തെറ്റ് വന്നുപോയി കാണും. പക്ഷെ ഉടനടി കൃപാസനത്തിലേക്ക് ഓടിച്ചെന്ന് ആ കഴുകൾ പ്രാപിച്ചുകൊണ്ടെന്ന് പറയുക, കർത്താവേ, നിന്റെ രക്തം എന്നെ കഴുകി ശുദ്ധീകരിച്ചു. ഒറ്റ വാക്ക് മതി, ദൈവത്തിന് സ്വർഗത്തിന് നീതിമാനാക്കി ദൈവനെ കണക്കിടുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് നഗ്നനാണെന്നുള്ള ഓർമ്മ, ഒരു തോന്നൽ പോലുമില്ല. നമുക്ക് നമ്മളെ മിനിസ്ട്രി ഏൽപ്പിച്ചാൽ അത് ഭംഗിയായി ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളത് ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ നോക്കി, 3:9 മുതൽ 11 വരെ യഹോവയായി ദൈവം മനുഷ്യനെ വിളിച്ചു. നീ എവിടെ എന്ന് ചോദിച്ചു. പാപം നിമിത്തം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ വൈകുന്നേരം യഹോവയായി ദൈവം ആദമിനോട് നടക്കാൻ വരികയും, അല്ലേ, കൂട്ടായ്മ കൂടാൻ വന്നപ്പോൾ ആ കൂട്ടായ്മ, നേരത്തെ പറഞ്ഞ കൂട്ടായ്മ അവിടെ വെച്ചാണ് സംഭവിച്ചല്ലേ, ആ കൂട്ടായ്മ
ബ്രേക്ക് ചെയ്തിട്ട് അവർ ഒരു മരത്തിൻ്റെ പുറകിൽ പോയി ഒളിക്കുക ചെയ്തത് അല്ലേ? അവിടെ ചോദിക്കുന്നുള്ളു, നീ 10-ാം വാക്യം, തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാക കൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് അവിടെ ആദം പറയുന്നുണ്ട്. ഈ സ്വരം എവിടെ എന്നാ കേട്ടെന്നറിയാമോ? ഇതെന്നാ സംഭവിച്ചത്? യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. ഈ സ്വരം എവിടെ കേട്ടത്? ഇത് ഉൽപ്പത്തി ഏദൻ തോട്ടത്തിൽ മാത്രമല്ല ഈ ഒച്ച കേൾക്കുന്നത്, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാ ദിവസവും കേൾക്കുന്ന സ്വരമാണത്. കാരണം എന്നറിയാമോ, പലപ്പോഴും ഓടി വിളിക്കുന്നുണ്ട് നമ്മളൊക്കെ. ഒന്നും മിണ്ടില്ല നിങ്ങൾ. പലപ്പോഴും ഈ സ്വരം മിക്കപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. കാരണം പലപ്പോഴും എന്തെങ്കിലും നിമിത്തം ദൈവമായുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുമ്പോൾ ഈ സ്വരം നമ്മളെ തേടി വരുന്നുണ്ട്. ഇന്നും വരുന്നത് നമ്മളെ തേടി. ആ ഒച്ച, ആ ഏദൻ പർദീസയിൽ കേട്ട അതേ സ്വരം പലപ്പോഴും ഞാനും കേട്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മനസ്സിലായി ഞാൻ നല്ല പുള്ളിയല്ലെന്ന്. നല്ല പുള്ളിയെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്വരം പലപ്പോഴും ഈ സ്വരമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പാപം വന്നു പോയാലും ഉടനടി കൃപാസനത്തിൽ ചെന്നിട്ട് ആ രക്തത്തിൽ ആശ്രയിച്ച് കഴുകുമ്പോഴുണ്ടല്ലോ നമുക്കൊരു ഉറപ്പുണ്ട്, ഞാൻ ദൈവത്തിന് നീതിമാനാണ്. അതിനെ തകർക്കുവാൻ ഒരു മനസാക്ഷി കോടതിക്കോ അല്ലേ ഒരു പിശാചിനോ ഒരുത്തനും കഴിയത്തില്ല ആ നീതിമാനെന്നുള്ള ബോധ്യത്തെ തകർക്കുവാനായിട്ട്. പക്ഷേ ആദത്തെ എന്ത് പറ്റിയെന്നറിയാമോ? ആദം ഒച്ച കേട്ടപ്പോൾ ഓടി ഒളിച്ചിട്ട് നഗ്നനാണെന്ന് പറഞ്ഞു. ആദ്യമായി പുള്ളി പറഞ്ഞ വാക്ക നഗ്നനാണ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ തൊട്ട് ഇന്നലെ വരെ കൂട്ടായ്മ കൂടിയതാ. മൂന്നാമത്തെ നമ്മൾ പഠിച്ച കൂട്ടായ്മ അല്ലേ, ദൈവമുള്ള കൂട്ടായ്മ. ആദം ഇന്നലെ വരെ ദൈവമായിട്ട് കൂട്ടായ്മ കൂടിയതാ. അല്ലെങ്കിൽ പാപം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെ കൂട്ടായ്മ കൂടിയ ആദം ഇപ്പം പറയുക, ഞാൻ നഗ്നനാകൊണ്ട് പേടിച്ച് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറയുന്നുണ്ട്. കാരണം അവിടെ കൂട്ടായ്മക്ക് ഭംഗം വരികയാണ്. രണ്ടാമത് പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ ആ നഗ്നനാണെന്ന് തോന്നിയപ്പോൾ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് അല്ലേ, അവൻ്റെ മേൽ ഉടുത്തിരുന്ന ദൈവ തേജസ് നഷ്ടപ്പെട്ട് വെറും കരിക്കട്ടകളായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇന്ന് കാണുന്ന ഭംഗിയുള്ള ശരീരങ്ങളും അല്ലേ സൗന്ദര്യങ്ങളും ഒക്കെ മുടി എനിക്കില്ലാത്തൊരു കുഴപ്പമില്ല അല്ലേ, എല്ലാ അഴകൊക്കെ ഇങ്ങനെ കാണിച്ചതല്ലേ വരുമ്പോൾ ഓർക്കണം, ഇതൊക്കെ കരിക്കട്ടകളാണ്. നമ്മുടെയൊക്കെ പാപത്തിൽ വീണ കരിക്കട്ടകളായിരിക്കുന്ന മുഴുവനും. എന്തേ എനിക്ക് മനസ്സിലായില്ലേ? ഇതല്ല മനുഷ്യൻ്റെ ഈ കാണുന്നതാ. ഈ ഏദൻ പർദീസ ഉണ്ടായ സാധനമാണ് യഥാർത്ഥമായ മനുഷ്യൻ ദൈവ തേജസ് കൊടുത്തു കഴിയുമ്പോഴാണ് യഥാർത്ഥ മണവാളനാകുന്നത്. ഇന്നലെ എൻ്റെ മോൻ്റെ കല്യാണത്തിൽ എടുത്ത ആ സൂട്ടും കോട്ടൊന്നും ഒന്നുമല്ല, അത് പാപത്തിൽ വീണ കരിക്കട്ടയുടെ പുറത്തിട്ടുട്ട കറുത്ത കോട്ടാണെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥമായി ദൈവം നമ്മെ ഉടുപ്പിച്ചത് തേജസ് എന്ന് പറയുന്ന വസ്ത്രമായിരുന്നു. പക്ഷേ നമുക്ക് നഗ്നനായെന്ന് തോന്നിയപ്പോൾ അവിടെ പറയും, നീ നഗ്നനെന്ന് നിന്നോട് ആർ പറഞ്ഞു? നമ്മുടെ മനസാക്ഷി കോടതി പറയും. പാപം നമ്മളെ ജീവിതത്തിൽ വന്നു നോക്കി, ദൈവമുള്ള കൂട്ടായ്മ വിട്ടു നോക്കിയേ, നമ്മുടെ മനസാക്ഷി കുറ്റപ്പെടുത്തും നമ്മെ. നീ പാപിയാണ്, നീതിമാൻ എന്ന് പറയത്തില്ല മനസാക്ഷി, അത് വേറെ കോടതിയാണ്. പണ്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ ആഴമായി. 6-7 ക്ലാസ് കൊണ്ടാണ് മനസാക്ഷിയെക്കുറിച്ച് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഇവിടെ. എന്ന് പാകട്ടെ, അപ്പോൾ അന്ന് മുതലാണ് മനുഷ്യൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടു പോയത്. തുടർന്ന് നമ്മൾ കണ്ടത് മുഴുവനും ആ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ, ഭൂമിയിൽ ജീവിച്ച മനുഷ്യൻ പിന്നീട് നല്ല നല്ല അല്ലേ ഖാദിയുടെ ഉടുപ്പും ലിനൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് ഇതുപോലെ നമ്മൾ തേജസ്സാക്കി മാറ്റി. എന്ത് തേജസ്സ? കല്യാണത്തിന് നിങ്ങളെക്കാട്ടും എന്ത് സുന്ദരസുന്ദരിമാരായെന്ന് ഞാൻ ഇവിടെ വന്ന കല്യാണത്തിൽ വന്ന എല്ലാവരും ഞാൻ ശ്രദ്ധിച്ച്, പെണ്ണുങ്ങൾ സഹോദരിമാർ മണവാട്ടിയെ പോലെ വന്നു. സഹോദരന്മാർ നല്ല മനോഹരമായിട്ട് കാരണം അറിയാമോ, നമ്മൾ മഹിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഉൾപ്പെടെ മഹിമ ലോകത്തിൻ്റെ പഴകിപ്പോകുന്ന, കീറിപ്പോകുന്ന, നശിച്ചു പോകുന്ന പലതുകൊണ്ട് നമ്മളൊക്കെ മഹിമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതൊക്കെ നഷ്ടമാകും. എന്നൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ 6 മാസം അങ്ങറ്റം പോയ 6 മാസം കഴിയുമ്പോൾ ഇതൊക്കെ ചീഞ്ഞ് പഴകി പോകുകയുള്ളൂ. നമുക്ക് വേണ്ടി പഴകാത്തൊന്ന് തിരിച്ചു തരാൻ വേണ്ടിയാ കർത്താവ് ക്രൂശിൽ വന്ന് മരിച്ചത്. ആ വസ്ത്രമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പർദീസയിൽ കിടക്കാൻ കഴിയത്തുള്ളൂ. മണവാളൻ വരുമ്പോൾ ചോദിക്കും, കല്യാണ വസ്ത്രം എന്നൊക്കെ ചോദിക്കും നമ്മോട്. ആ സൽവേഷൻ പാക്കേജിൽ ഏറ്റു പറയുന്നത് മുതൽ നീണ്ടു കിടക്കുക. രക്ഷക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. രക്ഷയെന്ന് പറയുന്നതിനകത്ത് ഒരു ചുമ്മാ രക്ഷയെന്ന് പറയും നമ്മൾക്ക്. അതിനകത്ത് ഒട്ടനവധി ഒരു പാക്കേജ്, അത് സാൽവേഷൻ പാക്കേജ് എന്ന് പറയും. അതിനകത്ത് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതുൾപ്പെടെ ഈ തേജസ് ഉൾപ്പെടെ വരുന്ന കാര്യമാണ് സാൽവേഷൻ. രക്ഷയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ. നമ്മളെ അതിനെക്കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. രക്ഷയെക്കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് പോലുമില്ല. നമ്മൾ അതിൻ്റെ ഒരു കാര്യം ഫൗണ്ടേഷൻ ഇട്ട് പോകുന്നത് മാത്രമേ ഉള്ളൂ. എന്തുമാകട്ടെ, പാപനിമിത്തം നമ്മുടെ നഷ്ടപ്പെട്ടു പോയ തേജസ്സിനെ
മടക്കി തരാൻ ആഗ്രഹിക്കുന്നു. ഈ ഉടുപ്പ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മുടെ ഈ ഭൂമി ഇവിടുത്തെ സൂട്ടും കോട്ടും ജുബ്ബയിട്ടതുകൊണ്ടൊന്നും, ഞാനിട്ട പളപളാ തിളങ്ങുന്ന എന്തോ തുണി, ഞാൻ മറന്നുപോയി, തുണി ഇട്ടത് കൊണ്ടൊന്നും എനിക്ക് ആ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൽ പോയി നിൽക്കാനൊന്നും കഴിയത്തില്ല സഹോദരങ്ങളെ. ദൈവം ആഗ്രഹിക്കുന്നത് ഈ ഉടുപ്പ് നിങ്ങൾ വാങ്ങിയോ, എങ്ങനെ ലഭിക്കാൻ പോകുന്നത് അത് പിന്നീട് നമ്മൾ ആഴമായി പിന്നീട് വേറെ ക്ലാസ്സിൽ പഠിക്കും. അത് വിശുദ്ധീകരണത്തിൻ്റെ ലെവൽ അനുസരിച്ചാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത്രയും മാത്രം ഹൃദയത്തെ കുറിച്ചിട്ടേക്കോ വിശുദ്ധിയുടെ ലെവലാണ് എനിക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിൻ്റെ കനമെന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു വിട്ടുള്ളൂ. ആഴമായ ക്ലാസ്സാണ് നമുക്കത്. എന്താണ് ദൈവ തേജസ്സിനെ കുറിച്ച്, അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് ഞാൻ അത് വിട്ടുപോകുക. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മളെ മടക്കി വരുത്തുക. അതുകൊണ്ട് ഓരോ ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ലേഖനങ്ങളിൽ വാക്കുകൾ മാത്രം പറഞ്ഞു പോകുക. വായിക്കുമ്പോൾ അവിടെയെല്ലാം ആവർത്തിച്ച് ഈ വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. കൊരിന്ത്യർ 15:43 അദ്രവത്തിൽ ഉയർക്കുന്നു, അപമാനത്തിൽ വിതക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു, അല്ലേ? ഈ വാക്കുകളൊക്കെ ആവർത്തിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ എന്താ പറയുക 33 മുതൽ, അല്ലേ? പുറപ്പാട് 33 മുതലൊക്കെ മോശ പറയുന്ന ആ സമയം മുതലൊക്കെ ഈ വാക്കുകൾ ആവർത്തിച്ച് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മളൊക്കെ ഇന്ന് ഇന്ന് ഈ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്ന, ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് വിതയ്ക്കുന്ന ജീവിതമാണ്. നമ്മളിന്ന് വിതയാണ് നമുക്കുള്ളത്. അത് നമ്മുടെ സമ്പത്താവട്ടെ, നമ്മുടെ ആരോഗ്യമാവട്ടെ, അല്ലേ? നിങ്ങൾക്കറിയാം, ഞാൻ പണ്ടൊരു ആർട്ടിസ്റ്റായിരുന്നു. എൻ്റെ അച്ഛൻ ഈ കുടിച്ച് വന്നതിൽ നിന്നും ദിവസം അമ്മയെ തല്ലുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ഞാനൊരു വീടിൻ്റെ മൂലക്ക് പോയിരുന്ന് കുറേ കളർ പെൻസിലും പേനയും ബ്രഷൊക്കെ ആയിട്ട് ജീവിച്ചു തുടങ്ങി. അങ്ങനെ ഭാവി ഞാൻ ആർട്ടിസ്റ്റായി മാറിയതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞു വരാൻ പോയ കാര്യം വേണ്ട, ഇത്തിരി കട്ടിയുള്ള കാര്യം ഞാൻ വിട്ട് കളയുന്നു. എന്താണെങ്കിലും ഓക്കെ, അന്ന് എന്തോ തോന്നി പഠിച്ച കാര്യം പിന്നീട് ഭാവിയിൽ ക്രിസ്ത്യ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഇതുപോലെ പടങ്ങൾ വരക്കാനൊക്കെ ഇട്ട്, അല്ലേ? എന്താ ഈ പറഞ്ഞ പടങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വരക്കാനൊക്കെ ഇട്ട് കർത്താവ് കൃപ നൽകി. എല്ലാം നമ്മൾ തിരിച്ചു വിടുകയാണ്, നമ്മളെല്ലാം ക്രിസ്തുവിലേക്ക്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ ആരോഗ്യം, ആയുസ്, ഇൻഫ്ലുവൻസുകൾ, അല്ലേ? നമ്മുടെ കഴിവുകൾ, പാടാനുള്ള, എല്ലാം വായിക്കാനുള്ള എല്ലാ കഴിവുകളും നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ഇടുകയാണ്. അതുകൊണ്ടാണ് ബലഹീനതയിൽ വിതക്കുന്നു. ഒരുപാട് വാക്യമുണ്ട്, ഞാൻ വിട്ടുപോകുക, നമുക്ക് അത് ആവശ്യമില്ലല്ലോ. അപമാനത്തിൽ എന്തും നമ്മൾ ഇവിടെ വിതക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്? പണ്ട് ഞാൻ പറഞ്ഞത്, ഭയന്ന് ഓടി ഉളച്ച് മൂലക്ക് പോയിരുന്ന് പഠിച്ചെടുത്ത ആ പടം വരയ്ക്കുന്ന കാര്യം, ഞാൻ അതിനെ എടുത്തിട്ട് എന്ത് ചെയ്തറിയാമോ? ലാപ്ടോപ്പിലേക്ക് ഇട്ടിട്ട് തൃപ്പൂണിത്തുറ പോയി ഒരു മാസം പോയി പഠിച്ച് PPT പവർ പോയിന്റ് പ്രസൻറ്റേഷൻ പഠിച്ചിട്ട് ഞാൻ വരക്കാൻ തുടങ്ങി. എന്തും ക്രിസ്തുവിൽ വിതക്കാൻ തുടങ്ങി. കാരണം ഒരു ദിവസം കൊയ്യുന്ന ദിവസമുണ്ട്. അത് കണ്ടുകൊണ്ടാണ് വിതക്കുന്നത്. ചുമ്മാ വിതക്കുകയല്ല, അല്ലേ? എന്തെങ്കിലും വിതക്കുകയല്ല, ഭാവിയിലെ കൊയ്ത്ത് കണ്ടുകൊണ്ടാണ് ഒരു കൃഷിക്കാലം വിതയ്ക്കുന്നത്, അല്ലേ? പക്ഷെ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സൊക്കെ, ഒരു പാസ്റ്റർമാരുണ്ട്, ഒക്കെ വാഴ കൃഷിയൊക്കെ നടും. വാഴ വളർന്ന് കൊലച്ച്, അല്ലേ? വളർന്ന് കൊലച്ച് കഴിയുമ്പോൾ ആ സമയമാകുമ്പോൾ ഏതെങ്കിലും മഴ വെള്ളപ്പൊക്കം വന്നു പോയിട്ടുണ്ട്. ഇഷ്ടം സംഭവിച്ചിട്ടുണ്ട്. പന്നികൾ വന്ന് ഇടിച്ചു പൊട്ടിച്ചെന്നൊക്കെ നമുക്ക് കണ്ടു. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടംപോലെ, കട്ടപ്പന കുമിളി ഏരിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമുക്കറിയാം. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് എത്താൻ വില ചെയ്തെന്നറിയാമോ? പക്ഷേ നഷ്ടം കണ്ടുകൊണ്ടല്ല നാം വിതയ്ക്കുന്നത് ദൈവരാജ്യത്തിനകത്താണ്. ഈ ഭൂമിയിൽ വിതച്ചാൽ കാട്ടുപന്നി വന്ന് കുത്തി കളഞ്ഞേക്കാം. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് വെള്ളപ്പൊക്കം വന്ന് കൊലച്ചിരിക്കുന്ന പഴം, അല്ലേ, ചീഞ്ഞ് പോയേക്കാം. പക്ഷെ ഞാനും നിങ്ങളും വിതയ്ക്കുന്നത് നശിക്കാത്ത, കള്ളൻ മോഷ്ടിക്കാത്ത, തുരുമ്പെടുക്കാത്ത ദൈവരാജ്യത്തിനകത്താണ് വിതയ്ക്കുന്നത്. അത് കൊയ്യാതിരിക്കോ സഹോദരങ്ങളെ? അതാ ഈ പറഞ്ഞു വരുന്നത്. ഞാൻ ആ വാക്യം 15-ാം അധ്യായം ഏറ്റവും ഞാൻ അതിനെ പിന്നീട് എടുക്കും. നമ്മുടെ തേജസ്സിൻ്റെ വസ്ത്രങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ, അല്ലേ, ശരീരങ്ങളെക്കുറിച്ച് പഠിക്കും. സ്പിരിച്വൽ ബോഡി, റിസറക്റ്റഡ് ബോഡി, ഹ്യൂമൻ ബോഡി, അല്ലെ, ഗ്ലോറിഫൈഡ് ബോഡിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ ഈ വാക്യങ്ങളൊക്കെ വീണ്ടും ഒന്നും കൂടി ആവർത്തിച്ചെടുക്കും. അപ്പം അതുകൊണ്ട് ഇവിടെ എന്തുണ്ടെങ്കിൽ അത് മുഴുവൻ വിതക്കാൻ വേണ്ടിയുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൂത്തിപ്പെട്ട അമ്മമാരി അരയിലൊക്കെ, രാജീവൻ്റെ ഒരു വല്യമ്മ എന്ന അച്ചാമ്മ ഉണ്ട്, അരയിൽ വയസ്സായി, അരയിലൊരു അല്ലേ സാധനം തൂക്കിയിട്ട് വെച്ചിരിക്കുക. എന്തോ സാധനം രാജീവ് ഇവിടെ ഇല്ല, എന്തോ പറയും രാജീവ്, ഇതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. രാജീവ് എന്തായാലും കൊടുക്കും അതിൽ നിന്ന് എടുത്തിട്ട്. ഞാൻ പറയാ ഒളിപ്പിച്ച് വെച്ചിരിക്കുക. അതൊക്കെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തോ, അത് കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. നാളെ മക്കൾ അടിച്ചു മാറ്റി കൊണ്ടുപോകും. കൊച്ചുമക്കൾ ആരെയൊക്കെ ഉസ്താദുകളാണ്, അവൻ കൊണ്ടുപോകുന്നെങ്കിലും ഞാൻ പറയാം, അതിനു മുമ്പ് ദൈവരാജ്യത്തിനകത്ത് വിശ്വസിച്ചു കർത്താവ് കൊയ്യാൻ നമുക്കൊരു അവസരം ഒരുക്കി തരും.
അപ്പം അതുകൊണ്ട് ആ വാക്യം തേജസ്സിൽ ഉയർക്കുന്ന ഒരു ഉയർപ്പ് കണ്ടുകൊണ്ട് വേണം നമ്മുടെ ജീവൻ. ഇന്ന് സൺഡേ ഇവിടെ വന്നതുപോലും അത് ആ ഉയർപ്പ് കണ്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അത് ചുമ്മാ എന്തെങ്കിലും വന്ന് സൺഡേ വന്നില്ലെങ്കിൽ പാസ്റ്റർക്ക് എന്ത് തോന്നും അല്ലേ? ഒന്നുമല്ല, ഭാവിയിൽ കണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്. ദശാംശം കൊടുക്കുന്നതാവട്ടെ, സൽപ്രവൃത്തി ചെയ്യുന്നതാവട്ടെ, എന്ത് ചെയ്താലും, കഞ്ഞുണ്ടാക്കുന്നതാകട്ടെ അല്ലേ, അടിച്ചുവാരി ക്ലീൻ ചെയ്താവട്ടെ, കസേരയിടുന്നതാവട്ടെ, ഭാവിയിൽ ഒരു ദിവസമുണ്ട് വിശുദ്ധന്മാരോട് കൂടിയുള്ള ദിവസം, ദൂതന്മാരോടുള്ള ദിവസം. അതുകൊണ്ട് വിതച്ചിട്ട് തേജസ്സിൽ ഉയർക്കപ്പെടുകയാണ് നമ്മളെല്ലാവരും. ആ വാക്യമൊക്കെ പിന്നീട് ആഴമായി ക്ലാസ് എടുക്കും. 2 പത്രോസ് 5:10 പറയുക, എന്നാൽ അല്പകാലത്തെ കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഈ സാധനമുണ്ട്, ഒരു ഇത് ഒഴിഞ്ഞ് നമ്മൾ പോകത്തില്ല അല്ലേ. അനേക കഷ്ടങ്ങളിലൂടെ നിങ്ങൾ ദൈവരായും അവകാശമാക്കേണ്ടതല്ലോ. മാർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ അല്ലേ കുറെ പറഞ്ഞു വന്നിട്ട് നിങ്ങൾക്ക് ഒരു വാക്യം, നല്ല വാക്യമുണ്ടല്ലോ 10-ാം അധ്യായത്തിൽ നല്ലൊരു വാക്യമുണ്ട്, ഓർമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നിലങ്ങളോടുകൂടി ഉപദ്രവങ്ങളോട് 100 മടങ്ങ് കിട്ടും, നിത്യജീവനെയും. അവസാനം വന്ന് പറയുന്നത് മുഴുവൻ നിത്യജീവനെ കുറിച്ചാണ്. ഇതുമാകട്ടെ, അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യമായ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു അല്ലേ. നിത്യമായി നശിക്കാത്ത, ആ ഒഴിഞ്ഞു പോകാത്ത ആ നിത്യമായ തേജസ്സിലേക്ക് വിളിച്ചിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിച്ച് നമ്മെ കൊണ്ടുപോകുന്ന പറഞ്ഞത് അല്ലേ. അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ നഷ്ടപ്പെട്ടു പോയ തേജസ് നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഒറ്റ മരുന്നേയുള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിൽ മുമ്പിലേക്ക് കഴക്കുന്ന, യോബിന് മുമ്പിലേക്ക് അഴച്ചത് 18-16 വർഷം യോബിന്റെ ജീവിതത്തിലേക്ക് അഴച്ചതൊക്കെ ഈ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാ. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഓരോ ദിവസം വരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഏതുമാകട്ടെ, അതെല്ലാം നഷ്ടപ്പെട്ടു പോയ മഹത്വം, തേജസ് പ്രാപിക്കാൻ വേണ്ടി. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യതേജസ്സിനായി നമ്മെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ തേജസ് പങ്കിടാൻ വേണ്ടിയാ. അവനിലുള്ള ആ തേജസ് എന്നിലേക്ക് പകർന്നു തരാൻ വേണ്ടിയാ കർത്താവ് ഇന്ന് നമ്മുടെ അകത്ത് വന്ന് ജീവിക്കുന്നത്. കർത്താവ് എന്തിനാ വന്ന് ജീവിക്കുന്നത് നമ്മുടെ അകത്ത് അല്ലേ? ഉണ്ടോ കർത്താവ് അല്ലേ? അതുപോലെ ലബോദിക്ക സഭയോട് പറയുന്നത് പോലെ ഞാനിതാ ടിങ് ടിങ് വന്ന് മുട്ടുന്നു അല്ലേ? അല്ല, കർത്താവ് നമ്മുടെ അകത്ത് വന്ന് വാഴുമ്പോൾ അവൻ എന്തൊക്കെയുണ്ടോ, അവിടത്തേക്ക് എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ഇതിലേക്ക് പകരപ്പെടുകയാണ്. അല്ലാതെ അഭിഷേകമുള്ള വിവാസന്മാരെ കൂടെ നടന്നാൽ അഭിഷേകം ഇമ്പാർട്ട് ചെയ്യുമെന്നൊക്കെ പറയുന്ന കള്ളോപദേശമല്ല ഇത്. എൻ്റെ പേരിൽ നിങ്ങൾക്ക് ഒന്നും വരാൻ പോകണില്ല, ഉള്ള കാര്യം പറയാം. ഒന്നുമില്ല, ഒരു 2 മുടി അങ്ങനെ പോലും ഉള്ളൂ, അത് അത്ര ഒന്നും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. ഹലോ, നമ്മുടെ അകത്ത് വന്ന ക്രിസ്തുവിൽ നിന്ന് പകരപ്പെടും, ഇമ്പാർട്ടേഷൻ നടക്കും. അതിലൊന്നാണ് ഈ പറഞ്ഞത് അല്ലേ. കുറുന്തോസ്യർ 2-ാം വാക്യം, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ പൗലോസൊക്കെ പ്രസംഗിക്കുന്ന ഈ ഒറ്റ കാര്യമുള്ളൂ. അത് കിട്ടും ഇത് കിട്ടുന്നൊന്നും പൗലോസിന്റെ പ്രസംഗം നേരമില്ലെന്നേ. നഷ്ടപ്പെട്ടു പോയെന്ന് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പൗലോസിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞതുമായ ദൈവത്തിന്റെ ജ്ഞാനം മർമ്മമായി ഞങ്ങൾ വിളിച്ചു പറയുക ലോകത്തോട്. അത് ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അവിടെ 2 മർമ്മമാ ലോകത്തിലെ പ്രഭുക്കന്മാരെന്ന് പറയുന്നത്. താഴേക്ക് പഠിക്കുമ്പോൾ ഓക്കെ, അത് ഞാൻ വിട്ടുപോകുകയാണ്. ലോകത്തിലെ പ്രഭുവുമുണ്ട്, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുമുണ്ട് അല്ലേ. ലോകത്ത് ദൈവമുണ്ട്, ഇവിടുത്തെ ലോകത്തിലെ പ്രഭുക്കന്മാരുമുണ്ട്. അതിലേക്ക് പോയാൽ ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് സ്ഥിരം കേൾക്കുന്ന വചനമാ. കാണാതെ പറഞ്ഞോളാം എല്ലാവരും. ഒരു കണ്ണ് കണ്ടിട്ടില്ല, എനിക്ക് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയം തോന്നിയിട്ടുമില്ല. ഈ വചനമൊക്കെ യൂട്യൂബിൽ നോക്കിയാൽ എന്ത് പവർഫുൾ എന്നറിയാമോ, എന്ത് രാമയനും കൂക്കുവിളിയും അല്ലേ, ആത്മാവിൽ വീട് കിടന്ന് അല്ലേ, എന്തൊക്കെയാ ഈ വചനം വായിക്കുമ്പോൾ. അവിടെ ഇതൊന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. നഷ്ടപ്പെട്ടു പോയ ദൈവതേജസ് നമുക്ക് മടക്കി തരാൻ പോകുന്നു. അതൊരു കണ്ണ് കണ്ടിട്ടുമില്ല, ഒരുവന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല. ആണോ? നോക്കേ, ദൈവം നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചത് അണ്ടാ പറഞ്ഞു വരുന്നത്. ദൈവം സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും ദൈവം സ്നേഹിക്കുന്നവർക്കും രണ്ടും കിടക്കുക. അപ്പോൾ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ആരാ? നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി അല്ലെ, നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. എന്ത് സാധനമാ?
കിട്ടാൻ പോകുന്ന കാറ് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് കാറ് അല്ലേ, കാറ് കാണുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, എന്താ മാരുതി കാറ് കാണുന്നു അല്ലേ, ഒരു ഹോണ്ട സിറ്റി ഞാൻ കാണുന്നു, എന്നാൽ താക്കോൽ പറഞ്ഞു ചാടി പിടിച്ചോളാൻ പറയുമ്പോൾ അത് പൂണ്ടിന്ന് മറ്റേ ഇവിടെ പൂണ്ടി എന്താ പറയുക, ചെന്നൈയിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്ന സാധനമാണ് അതൊക്കെ മുഴുവനും. ആ ഭൂതം മുഴുവൻ അവിടെ നിന്ന് വന്നതാ. ഒന്നും വേണ്ടിയില്ല നിങ്ങൾ. താക്കോല് കാണുന്നു അല്ലേ, ചാടി പിടിച്ചോ. നമ്മൾ ഈ കാണാത്ത കാറാണെങ്കിലും ഇത് കമ്പനി പണിയുന്ന പണിക്കാർ മുഴുവൻ കണ്ടു കഴിഞ്ഞതാ. ഇത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല അല്ലേ, കാണാത്ത കാര്യമാണിത്. എൻ്റെ പാറ സഹോദരങ്ങളെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത്. നമുക്കൊരു കാറ് കിട്ടിയിട്ടില്ലെങ്കിൽ നോക്കിയേ, കാറില്ലെന്ന് വിചാരിച്ചോ, ഇനി കാറ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരുന്ന് നോക്കി, ശരിയാ കാറ് വരുന്നതെന്ന് വിചാരിച്ചോ. പക്ഷെ നമ്മൾ കാണുന്നതിന് മുമ്പേ അത് ഉണ്ടാക്കിയ പണിക്കാർ കാണുന്നുണ്ട് കമ്പനിയിൽ. ഹോണ്ട സിറ്റി ആണെങ്കിൽ അല്ലെങ്കിൽ എന്താ പറയുക, മാരുതി കാറ്, ഇതിന് പുതിയ വണ്ടികളുണ്ടല്ലോ, പേര് മറന്നുപോയി, BMW, അതുപാട് BMW, അതുണ്ടാക്കുന്ന കമ്പനിക്കാർ ഓരോ ടയർ പിടിപ്പിക്കുമ്പോൾ അവർ കാണുന്നുണ്ട്. അത് അപ്പോൾ ഇതൊന്നും അല്ല, ഇതൊക്കെ മുഴുവനും നമ്മുടെ തേജസ്സിനെ കുറിച്ച് പറയുന്ന കാര്യമാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടുമില്ല, ഒരുവൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മുടെ XUV കാറോ I-20 കാറോ ഒന്നുമല്ല ദൈവ തേജസ്. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ലോക സൃഷ്ടിക്ക് മുമ്പേ ഒരുക്കി വെച്ചിട്ടുള്ളത്, മാനവരാശിയുടെ മേൽ അന്ന് ഇട്ടുകൊടുത്തത്, ആദമിന് മേൽ പുതച്ചു കൊടുത്തത്, ആ തേജസ് നഷ്ടപ്പെട്ടു പോയത് നമുക്ക് മടക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു മനുഷ്യന്റെ കണ്ണിന് കാണാത്തതും കേൾക്കാത്തതും ചിന്തിക്കാൻ പോലും കഴിയട്ടില്ല. നമുക്ക് ഇങ്ങനെ എവിടേക്കോ എന്തൊക്കെയോ മനസ്സായതുകൊണ്ട് മാത്രം എവിടെയൊക്കെ ചെറിയ കുറിച്ച് മഞ്ഞ പടമൊക്കെ വരച്ചിരിക്കുന്നത്, അത്രയേ ഉള്ളൂ. അല്ലേ, അതിനപ്പുറത്തേക്ക് ഇതൊന്നും മനസ്സായതുകൊണ്ടല്ല. പക്ഷെ ഒരു സാധനമുണ്ട്, എനിക്കറിയാം, അത് മേത്ത് വന്നു വീണാലുണ്ടല്ലോ ഒരു ഉറപ്പുണ്ട്, നഗ്നനല്ല ഞാൻ. ആ സാധനം എൻ്റെ മേൽ വന്ന് വീണാലുണ്ടല്ലോ പിന്നീട് ഞാൻ നഗ്നനല്ലെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ആ ഒരു ഉറപ്പാ ഇന്ന് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും നമ്മളെ. ഹല്ലേലൂയ. ഇന്ന് ഇതുകൊണ്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ആ നഗ്നത മറക്കുവാനൊക്കെ അത്തീല കൊണ്ടും അല്ലേ, നമ്മൾ ലൂയിസ് പിൽപ്പൊക്കെ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും നമ്മൾ. പക്ഷെ ഇതിങ്ങനെ ഊരിക്കഴിഞ്ഞ് നിങ്ങൾ പറയും, ഈ പാസ്റ്റർക്ക് നാണമില്ലെന്ന് ചോദിക്കും അല്ലേ. പക്ഷേ ഒരു നശിക്കാത്ത, ദ്രവിക്കാത്ത, അതുകൊണ്ട് 40 വർഷക്കാലം ഒരു മഹത്വം കാണിച്ചു തന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇച്ചിരിയുള്ള പൊടിക്കുഞ്ഞ്, 6 മാസം പോലും ജനിക്കാത്ത പൊടിക്കുഞ്ഞുമായിട്ട് മിസ്രൈമിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഈ കുട്ടിയുടുപ്പും കൊണ്ടാണ് ഇട്ട് വന്നത്. ഇത്രയുള്ള ജെട്ടി കൊടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഓരോ വർഷം അവൻ വളരും തോറും അവന് ജെട്ടി വളർന്നല്ലേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? തമാശ പറഞ്ഞാൽ മനസ്സിൽ കയറാൻ വേണ്ടി പറഞ്ഞതാ. ഹല്ലേലൂയ. അത് ഓർത്താ മതി. 40 വർഷം പഴുകാതെ അഴുകാതെ ദ്രവിക്കാതിരുന്നെങ്കിൽ ഈ ഉടുപ്പ് എത്ര മഹനീയമായിരിക്കും. നിങ്ങൾ ഓർത്താ മതി. 40 വർഷം അല്ല, നല്ല പ്രായം. 40 വർഷം എന്നൊക്കെ പറഞ്ഞാൽ 0 വയസ്സിലോ അല്ലെങ്കിൽ 1-ാം മാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടവൻ 40 വർഷവും എത്ര നമുക്കറിയാം, നല്ല തണ്ടും തടിയൊക്കെ വെച്ചിരിക്കും. അവൻ്റെ ഡ്രസ്സ് പഴകി പോയിട്ടില്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ച് വെച്ചിരിക്കുന്ന ഈ മനോഹരമായ ഉടുപ്പ് നമ്മുടെ അപ്പൻ്റെ മേലുണ്ടായി, ആദമിൻ്റെ മേലുള്ളതാ. പക്ഷെ നഷ്ടപ്പെടുത്തിക്കളാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നഷ്ടപ്പെട്ടു പോയതാ. അപ്പം എന്താണെങ്കിലും അത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അതൊരു സഭയിലും പ്രസംഗിക്കത്തില്ല, അല്ലേ, കേട്ടിട്ടുമില്ല, പറയത്തുമില്ല. അത് അത്രയും മഹനീയമായ കാര്യമാണ് ദൈവ തേജസ്. നമുക്ക് ആഴമായ ദൈവ തേജസ്സിനെ കുറിച്ച് ആഴമായ വരെ ക്ലാസ് ഉണ്ട്, നമ്മൾ പിന്നീട് എപ്പോഴും എടുക്കും. നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴത്തെയും ആരായുന്നു. ഈ 2-ാം അധ്യായത്തിൽ അവിടെ ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന ഉത്തരദിക്കിലിരിക്കുന്ന ആ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തെ, കിലോമീറ്റർ ദൂരെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന രഹസ്യങ്ങൾ, എത്രയോ കിലോമീറ്റർ ദൂരെ മാറിക്കിടക്കുന്ന ഭൂമിയിൽ ഇന്ത്യയുടെ ഏറ്റവും മൂലക്കിടക്കുന്ന കേരളത്തിൽ കിടക്കുന്ന നമുക്ക് ആ ഹൃദയത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുന്നത് അല്ലേ, വെളിപ്പെട്ട് കിട്ടുന്നത്. നമുക്ക് എത്രയോ ദൂരെ കിടക്കുന്ന നമ്മൾ കിടക്കുക. അതാ ഈ 2-ാം അധ്യായത്തിൽ ആഴമായി പഠിപ്പിക്കുന്ന മറ്റൊരു വെളിപ്പാടെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത് രഹസ്യങ്ങളും ലോക സൃഷ്ടിക്ക് മുമ്പേ നമുക്ക് വേണ്ടി ഒഴുക്കി വെച്ച ദൈവതേജസ്സിനെ കുറിച്ചൊക്കെ ആ പിതാവിൻ്റെ കോടിക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള പിതാവിൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന രഹസ്യങ്ങൾ അവൻ്റെ ആത്മാവ് അറിയുന്നു.
എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ, എനിക്ക് തേജസ് വേണം, കർത്താവിന് വേണം, അവൻ്റെ മഹത്വം വേണം, അവൻ്റെ രക്ഷ വേണം, അവനെ വേണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിക്കുമ്പോൾ എൻ്റെ ആത്മാവ് അറിയുന്നു, രണ്ടാത്മാക്കൾ തമ്മിലുള്ള ഈ എന്താ പറയുക കൂട്ടായ്മയാണ് സ്വർഗത്തിൻ്റെ മഹത്വം മുഴുവനും വെളിപ്പാട് മുഴുവനും ഈ ഭൂമിയിൽ കിടക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഇറക്കി വിടുന്നത്. ആഴമായി പഠിപ്പിക്കുന്ന ഒരു 2-ാം അധ്യായം, ഈ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ വലിയ വെളിപ്പാടുകളുള്ള അധ്യായമാണ്. നിങ്ങൾക്കത് ഗ്രഹിച്ചറിഞ്ഞാൽ നമുക്ക് സ്വർഗം കിലോമീറ്റർ ദൂരമല്ല, സ്വർഗം അങ്ങ് അടുത്തടുത്ത് വന്നിട്ടുണ്ടല്ലോ, ഇതിനകത്തേക്ക് കയറി നിൽക്കും. പിന്നെ അപ്പാ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ചെവി നമ്മുടെ അകത്തേക്ക് വെളിപ്പാടുകൾ ഇറങ്ങി വരികയാണ്. അങ്ങ് ദൂരമല്ല, ആ ബന്ധം. അതുകൊണ്ട് ആ നേരത്തെ പറഞ്ഞ കൂട്ടായ്മയിലെ 3-ാമത്തെ കൂട്ടായ്മ സ്വരൂപം, നിത്യജീവൻ, കൂട്ടായ്മ എന്ന് പറഞ്ഞ 3-ാമത്തെ കാര്യം. അതിലേക്ക് ആഴത്തിലേക്ക് അടുത്ത് കഴിയുമ്പോൾ ഒറ്റ വിളിയ അപ്പാ എന്നുള്ള വിളി, ദൂരമല്ല, തൊട്ടരികിൽ കേൾക്കുന്നത് പോലെ. എന്നും അങ്ങോട്ട് അത്രയും പറഞ്ഞത് വിടുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടി മുന്നൊരുക്കിയ മനോഹരമായ ആ തേജസ്സിലേക്ക് എന്നെ അടുപ്പിക്കുക, അതാണൊരു കണ്ണും കാണാതെ. ഇന്ന് നിങ്ങൾ യൂട്യൂബ് നോക്കിയാൽ ഈ പ്രസംഗം ഏറ്റവും മോശമായി പ്രസംഗിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അതൊരു വ്യാപാരമാണ്, ബിസിനസ്സാണ്. നിങ്ങൾ എൻ്റെ നാമത്തെ വ്യാപാരം ചെയ്യും, ബിസിനസ്സാക്കി മാറ്റുന്ന ഒരു കൂട്ടരാണ് അതെല്ലാം. കാരണം ഈ ലോകത്തെ കാണിച്ച് കിട്ടാത്ത പല വീടിനെ കാണിച്ച്, കിട്ടാത്ത കാറിനെ കാണിച്ച്, അല്ലേ, കിട്ടാത്ത പെണ്ണിനെ കാണിച്ചുകൊണ്ടൊക്കെ അല്ലേ കാണിച്ച് കിട്ടുന്ന പരിപാടിയല്ലേ ഇത് മുഴുവനും നിത്യമായ കാര്യത്തെക്കുറിച്ച്. ഇതൊക്കെ നമ്മുടെ അകത്ത് കയറിയാലുണ്ടല്ലോ കർത്താവിൻ്റെ വചനം നമുക്ക് വേഗത്തിൽ മനസ്സിലാകും. റോമർ അതുകൊണ്ട് നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? പരിശുദ്ധാത്മാവ് മാത്രമേ നമുക്കത് വെളിപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് 7 സഭയോട് ദൂത് പറയുമ്പോഴും എടുത്തെടുത്ത് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ ചെവി ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? കേട്ട് 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 നടക്കുമ്പോഴും ആ സ്വരം കേൾക്കും നമ്മൾ. പിന്നെ വായിക്കാനിരിക്കുമ്പോൾ തന്നെ, ബൈബിൾ വായിക്കുമ്പോൾ തന്നെ ആ സ്വരം കേൾക്കും നമ്മൾ, അല്ലേ? ആ ചിന്തകൾ ഓടി വരും. നമ്മൾ അടുത്ത ഡെലിവറൻസ് ക്ലാസ് മുതൽ ആ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുക. നമ്മുടെ തോട്ട് ലൈഫിനെ കുറിച്ച് ചിന്തയിലൂടെയാണ് ദൈവം നമ്മെ സംസാരിക്കുന്നത്. ചിന്തകൾ ആത്മീയമാകാം, ദൈവികമാകാം, പൈശാചികമാകാം, മാനുഷികമാകാം. മനസ്സിൻ്റെ ചിന്തകൾ വരും. അപ്പോൾ ഇത് വേർതിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് തോന്നും ദൈവം തന്ന ചിന്തയെന്ന് പറയും. എല്ലാം ദൈവത്തിൻ്റെ മേലിടും. അവസാനം എന്താ? ചിന്ത മുഴുവൻ നമ്മുടെ മോഹത്തിൽ നിന്ന് വന്നതാ, ഇല്ലെങ്കിൽ പിശാച് കൊണ്ടുവന്നിട്ടതായിരിക്കും. പലപ്പോഴും ഇവിടെയൊക്കെ നമുക്കൊരു ക്ലാരിറ്റി വേണം. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ഡെലിവറൻസ് ക്ലാസ്സിൽ വന്നാൽ നമുക്ക് ആഴമായി പഠിക്കാം. എന്തുമാകട്ടെ, അടുത്ത റോമർ 5:3 വിശ്വാസത്താൽ നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഓക്കെ, അവിടെ പറയുന്ന 5-ാം അധ്യായം 1-ാം വാക്യം മുതൽ നഷ്ടപ്പെട്ടു പോയ ആ എന്താ പറയുക സമാധാനം, ദൈവമായുള്ള സമാധാനം, അല്ലേ? ചില വാക്കുകൾ, ബൈബിളിലെ ചില വാക്കുകൾ, വിശുദ്ധീകരണം. നാം വിചാരിക്കും അത് കേൾക്കുമ്പോൾ നമുക്ക് വിശുദ്ധിയില്ലല്ലോ. ഞാൻ ഇന്നും വന്നപ്പോൾ അല്ലേ കണ്ണുകൊണ്ട് അങ്ങോട്ട് നോക്കിയപ്പോൾ ചിന്ത വേറെ വന്നു, അപ്പോൾ ഞാൻ വിശുദ്ധനല്ലോ. ബൈബിൾ പഠിപ്പിക്കുന്ന വിശുദ്ധീകരണത്തിന് അർത്ഥം വേറെതാ. നമ്മൾ ഉദ്ദേശിക്കുന്ന വിശുദ്ധീകരണം എന്താ? പാപം ചെയ്യാതെ, അല്ലേ? അവിടെ നോക്കാതെ, കോഴിക്കൂട്ടിൽ നോക്കാതെ. മനസ്സിലായോ? പാപങ്ങൾ ഒന്നും അറിയാത്ത ആൾക്കാരാണ് നിങ്ങളൊക്കെ. ഓക്കെ, ഞാൻ വിട്ട്, അല്ലേ? നമ്മുടെ വിചാരം ഇതാ വിശുദ്ധീകരണം. അതല്ല, അത് ആവശ്യമുണ്ട്, അവിടെ കേട്ടെ, അത് നമ്മുടെ വേറെ വിഷയമാണ്. വിശുദ്ധീകരണം എന്ന വാക്കിനർത്ഥം വേർപെട്ട് ജീവിക്കുക, വേർപാട് അർത്ഥം. വേർപാട്, മരണത്തിനർത്ഥം വേർപാട് തന്നെയാണ്. വിശുദ്ധീകരണം, ദൈവം നമ്മെ വേർതിരിച്ചു. അങ്ങനെ ഉറപ്പുണ്ടോ നമുക്ക്? ഞാൻ ദൈവത്തിൻ്റെ വകയാണെന്ന് ഉറപ്പുണ്ടോ? അവൻ്റെ രക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടു എന്നുള്ള ഉറപ്പുണ്ടോ നമുക്ക്? എങ്കിൽ നമ്മൾ വിശുദ്ധനാണ്, അല്ലേ? ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ഉണ്ടായിരുന്നു, എന്നെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു പോകുകയാണ്. എന്നിട്ട് പറയുക, വിശ്വാസം നീതിരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് ദൈവത്തോട് വഴക്കല്ല. ഇന്നലെ വരെ ഞാനും ദൈവം തമ്മിൽ അടിയായിരുന്നു, ശത്രുവായിരുന്നു, അല്ലേ? ഞാൻ ദൈവത്തെ അറിയില്ല, ദൈവത്തിൻ്റെ തേജസ്സിനെ ഞാൻ 4 കാലി ഇഴജാതി, ഈ എന്താ പറയുക, നമ്മുടെ MLA റോഡ് പുതിയാവിന് നേരെ അറ്റത്ത്, MLA റോഡ് അറ്റത്ത് പോകുമ്പോൾ ആമയുടെ പാമ്പിൽ ആരാധിച്ചവനാ ഞാനൊക്കെ. എൻ്റെ കാര്യമാണ്, നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്, അല്ലേ? അപ്പോൾ ദൈവ തേജസ്സിനെ 4 കാലി ഇഴജാതി പക്ഷി മൃഗാതി മനുഷ്യരൂപത്തിലാക്കി ഭജിച്ച ആൾക്കാരാണ് ഞാനൊക്കെ. അപ്പോൾ ദൈവത്തിന് ശത്രുവല്ലേ? അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനൊന്ന് സ്വീകരിച്ചപ്പോൾ നോക്കിയേ, വിശ്വാസത്താൽ ഞാൻ നീതിമാനായി കണക്കിട്ടിട്ട് ദൈവത്തോട് എനിക്ക് ശത്രുവല്ല, സമാധാനം, ഞാനും ദൈവം ഇപ്പം മിത്രമാണെന്ന ഈ വാക്കിൻ്റെ അർത്ഥം. എന്നിട്ടാ പറയുന്നത്, ആ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ ഞാനും ദൈവം ഇനി എന്തല്ല, ശത്രുതരല്ല, എൻ്റെ അപ്പനാണ്, ഞാൻ അവൻ്റെ മകനാണ്, അല്ലേ എന്നൊരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസവും പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമുക്ക് ലഭിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ അകത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്ന
ഓക്കെ, അതിന് വഴികൾ ഇഷ്ടംപോലെ വേറെ മാർഗ്ഗങ്ങൾ, എങ്ങനെയെന്ന മാർഗ്ഗങ്ങൾ വേറെയാ എങ്കിൽ പോലും പറയുക, നാം ദൈവതേജസ്സിന്റെ പ്രത്യാശയെ പ്രശംസിക്കുന്നു. അവൻ തേജസ്സിൽ വെളിപ്പെടുമ്പോൾ ഞാനും അവനായിരിക്കുന്ന പോലെ അവനിൽ വെളിപ്പെടാൻ പോകുക, അവനായിരിക്കുന്ന പോലെ. ആ പ്രത്യാശയാണ് ഒരു ഭക്തനെ വിശുദ്ധനായി ജീവിക്കാൻ, വേർപെട്ട് ജീവിക്കുവാൻ, അല്ലേ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, ലോകത്തിന്റെ മയത്തിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ, അശുദ്ധിയിൽ നിന്ന് വേർപെട്ട് ജീവിക്കുവാൻ. ഇതിലെ പല വിശുദ്ധീകരണം അത് ജീവിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല കഷ്ടത. പറ, വായിച്ചോ. നോക്കിയേ, എന്താ പറയുക, അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയെയും സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഒഴിവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. ആർക്കാണ് ഇതാര് പ്രശംസിക്കാനാ? ചുമ്മാ പ്രസംഗിച്ചപ്പോൾ ഇപ്പം ആമയെന്നൊക്കെ പറഞ്ഞ് ഒരു കഷ്ടം വരുമ്പോൾ നമ്മൾ, അല്ലേ, വേറെ വഴി കൂടെ ഓടിക്കളെ നമ്മളൊക്കെ. പക്ഷേ നേരത്തെ പറഞ്ഞില്ലേ, ഒരു കഷ്ടം ദൈവം നമ്മുടെ ജീവിതത്തിൽ അഴക്കുന്നത് നമ്മളെ ഈ പറഞ്ഞ എന്തൊക്കെയാ, സഹിഷ്ണുത ലഭിക്കുന്നു. 2, സിദ്ധത പറയാം, ക്യാരക്ടർ ഫോർമേഷൻ, ക്രിസ്തുവിന്റെ സ്വഭാവം വരുന്നു. അത് പ്രത്യാശ, അല്ലേ, അടുത്തെന്ന് അറിയാമോ, ഒരു പ്രത്യാശ ഇവിടെ ഒന്നും അല്ല, കാണാത്ത, ഒരു കണ്ണും കാണാത്ത, ഒരു ചെവി കേൾക്കാത്ത, ഹൃദയത്തിൽ തോന്നാത്ത സ്വർഗീയമായ കാര്യങ്ങളിലേക്ക് എൻ്റെ പ്രത്യാശ നിറയുന്നു. അതിൻ്റെ അടുത്തതാ, അതുകൊണ്ട് ഞാൻ പറയാ, ഞാൻ കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. സ്വർഗത്തിന് മുകളിൽ നിന്ന് വീണതല്ല ഇങ്ങനെ. ഞാനൊക്കെ മുകളിൽ നിന്ന് ചുമ്മാ പൊട്ടിമുളച്ചതല്ല, ഏതെങ്കിലും മഴയത്ത് ഒരുവായി വന്നതല്ല. ഈ 10-20 വർഷം ഈ പ്രോസസ്സിൽ കൂടി കടന്നു പോയതാണ്. യോബ് 15 വർഷമാണ് ഈ ചിരട്ട, ഈ എന്താ പറയുക, എന്താണ് ഓട്ടും കഷ്ണം വെച്ചിട്ട് 15-16 വർഷം ചരിത്രം അതാ പഠിപ്പിക്കുന്നത്. ഈ പുള്ളി ഈ ചൊറിയും ചണങ്ങുമായിട്ട് 10-16 വർഷം ചൊരച്ചോട്ടി ഇങ്ങനെ ഇരുന്നിച്ച് വല്ല പാവം ചെയ്തിട്ടില്ല പുള്ളി? ഒന്നുമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ തുടർമാനമായി മാറാത്ത പലതും വന്നേക്കാം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഉറപ്പുണ്ട്, നമ്മളെ വിളിച്ചവൻ തന്നവൻ ഉറപ്പുണ്ട്, ഇവൻ വിടുവിക്കപ്പെട്ട ഒരു ദിവസം വരുമെന്നുള്ളത്. നമ്മളെ തേജസ് വർദ്ധിക്കാൻ വേണ്ടി വെച്ചിരിക്കുക. അതൊക്കെ ഇത് മാർഗങ്ങൾ, നമ്മുടെ മാർഗങ്ങൾ വേറെതാ. ആരാധിച്ചാൽ ലഭിക്കും. നമ്മുടെ മാർഗങ്ങൾ പലത് വേറെ കിടക്കുക. ഒന്നും വേണ്ടിയില്ല നിങ്ങൾക്ക്. ഇതൊന്നുമല്ല, ദൈവത്തിൻ്റെ മാർഗങ്ങൾ ഇതേ പ്രോസസ്സിലേക്ക് കടത്തിവിട്ട് ഒരു ദിവസം കറങ്ങി കറങ്ങി വരുമ്പോൾ ദാവീദ് നല്ല പ്രായത്തിൽ പുള്ളിക്ക് പിടിച്ചില്ലേ, പുള്ളി അല്ലേ, മട്ടുപാവിൽ നിന്ന് യുദ്ധം ചെയ്യേണ്ട മനുഷ്യൻ പോകാതിരുന്നതിന്, അല്ലേ, മട്ടുപാവി കറങ്ങിയപ്പോൾ പുള്ളിയുടെ കണ്ണു പോയി, ചിന്ത പോയി, മനസ്സും പോയി, പുള്ളി നഷ്ടപ്പെട്ടു പോയി. പക്ഷെ വൃദ്ധനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുക, കുളിരി വന്നപ്പോൾ പടുവൃദ്ധനായി കുളിരി വന്നപ്പോൾ പുള്ളിക്കാരൻ പോയി കിടന്നു. പുള്ളിക്കാരൻ നോക്കാൻ വേണ്ടി ആ നാട്ടിൽ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ കൊണ്ടിട്ടു. അവിടെ എഴുതി വെച്ചാൽ പുള്ളി തൊട്ടതുപോലുമില്ല. ജീവിത കാലചക്രം കറങ്ങി വരുമ്പോഴുണ്ടല്ലോ നമ്മളെ കർത്താവ് പണിതെടുക്കും. കുറവൊക്കെ കകത്ത് കാണുമായിരിക്കും, ബലഹീനത കാണുമായിരിക്കും, പേടിക്കൊന്നും വേണ്ട. കാലചക്രം ഇനിയും കർത്താവ് വരാൻ സമയം അല്പം എടുക്കുമെങ്കിൽ കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ കറക്കത്തിനിടയിൽ ഞാനും നിങ്ങളും വിശുദ്ധി പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. ഒരു സംശയവും എനിക്കുമില്ല. ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. വിളിച്ചവൻ വിശ്വസ്തൻ, അവൻ നിവർത്തിക്കും. എൻ്റെ കഴിവോ നമ്മുടെ കഴിവോ ഒന്നുമല്ല, വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനത് ആ ദിവസം പൂർത്തിയാക്കി എന്നെ നിർത്തുമെന്ന്. അതുകൊണ്ടാണ് ഈ പ്രത്യാശയ്ക്ക് വേണ്ടി നമ്മൾ നിൽക്കുന്നത്, വില കൊടുക്കുന്നത്, ജീവിതം കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് പറയുക, നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു, പ്രത്യാശക്ക് ഭംഗം വരുന്നില്ല. എന്താ പ്രത്യാശ? തൊട്ടുമോളിൽ മഞ്ഞപ്പീരടിച്ചാണ്ട പ്രത്യാശക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ നമ്മുടെ ഹൃദയം നൽകിയിരിക്കുന്നു. എന്താ പ്രത്യാശ? നാം ദൈവദേശത്തിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. നമ്മുടെ ആ പ്രത്യാശ മുഴുവനും ദൈവദേശം നഷ്ടപ്പെട്ടു പോയ 5ാമത്തെ കാര്യം എന്തൊക്കെയാ? ഒന്നാമത് എന്താണ്? സ്വരൂപവും. 2 നമുക്ക് നിത്യജീവൻ, കൂട്ടായ്മ, വാഴ്ചകളും അധികാരങ്ങളും. 5 പഠിച്ച ഇതൊക്കെ നമുക്ക് മടക്കി തരുമെന്നുള്ള പ്രത്യാശ നമ്മൾ ഉറച്ചു നിൽക്കുക. എബ്രായർ 2:10 പറയാം, സകലത്തിനും കാരണഭൂതനുമായവൻ അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ എന്നെയും നിങ്ങളെയും ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കൽവരിക്കുറിച്ച് തകർത്തിട്ട് നമ്മെ അനേക പുത്രന്മാരെ ക്രിസ്തുവിൽ ഉരുവാക്കിയിട്ടിട്ട് കർത്താവ് നമ്മെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടെന്നറിയാമോ? എങ്ങോട്ടാ? കാനഡയിലേക്കോ UK-യിലേക്കോ അമേരിക്ക ഒന്നുമല്ല കൊണ്ടുപോകുന്നത്, തേജസ്സിലേക്ക് നമ്മെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അവൻ വെളിപ്പെടുമ്പോൾ അവനായിരിക്കുന്ന പോലെ നമ്മെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവൻ എടുത്തു വരാൻ പോകുന്നത്. ഈ പറഞ്ഞ കാഞ്ചീപുരം സാരിയോ, അല്ലേ, എന്താ പിന്നെ പല പേര് പറഞ്ഞ വേമ്പറ പേര്, ബനാറസ് പട്ടോ ഒന്നും എടുത്തുകൊണ്ട് അല്ല അവൻ വരാൻ പോകുന്നത്. തേജസ് വാരി എടുത്തുകൊണ്ട് വരാൻ പോകുകയാണ്.
അവനായിരിക്കുന്നത് പോലെ നമ്മളുമായി തീരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അനേക പുത്രന്മാരെ നയിച്ചുകൊണ്ട് പോകുന്നത് ഇത് പരിശുദ്ധാത്മാവ്, മണവാളനല്ല, എലയാസർ അല്ലേ. എലയാസർ എന്ന് നമ്മെ നയിച്ചുകൊണ്ട് പോകുന്നത് എങ്ങനെയാണെന്നറിയാമോ? തേജസ്സിലേക്കാണ്. ഹല്ലേലൂയ. വേറെ എങ്ങോട്ടോ അല്ല. മിണ്ടില്ല നിങ്ങൾ. എവിടെ വേണമെങ്കിൽ പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ പറഞ്ഞതാ അല്ലേ. എല്ലാം നമ്മെ കൊണ്ടുപോകുന്നത് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടു പോകുക. എന്നിട്ട് പറയാം, ഓക്കെ, നമ്മുടെ രക്ഷനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അവൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കാളികളാകാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് കഷ്ടം അനുഭവിച്ചു, നമ്മളിനി കഷ്ടം അനുഭവിക്കണ്ട എന്ന് പറയുന്നൊരു ഉപദേശം ഇവിടെയുണ്ട്. കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നമ്മളിനി കഷ്ടം അനുഭവിക്കണ്ട എന്ന് പറയും. പക്ഷേ പൗലോസൊക്കെ പറയുന്നത് എന്തെങ്കിലും കുറവായി എന്നാ പിടിച്ചോ, എന്നെ കൂടി തട്ടിക്കൊള്ളാനാണ് പറയുന്നത് അല്ലേ. യേശുവിന് മേൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ മേലേക്ക് ചുമത്തിക്കോ എന്ന് പറയുന്ന കാര്യമാണ്. കാരണം കർത്താവ് കഷ്ടം അനുഭവിച്ചത് നമ്മളെ ആ ക്രൂശിൻ ചുമന്നുകൊണ്ട് ക്രൂശിലേക്ക് വരാൻ വേണ്ടിയാണ്. നമ്മുടെ മേൽ എന്തിനാ ക്രൂശ് വെച്ചത്? നമ്മളെന്താ പറയുന്നത്? നിങ്ങൾ ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുന്നു പറയുന്നത് എന്താണെന്നറിയാമോ? മരണത്തിലേക്കാണ് എന്നെ നിങ്ങളെ വിളിച്ചത്. സത്യം പറഞ്ഞ് ഇന്ന് ചത്തിട്ടില്ല, പലപ്പോഴും ചില ദിവസങ്ങളിൽ ചാകാറില്ല. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അല്ലേ, ആ കുഴിയിൽ നിന്ന് പൊങ്ങി വരും നമ്മളൊക്കെ. ഒട്ടും പോഷക്കാരൊന്നുമല്ല. പക്ഷേ ആ ക്രൂശ് അത്രത്തോളം ക്രൂശ് നമ്മുടെ മേൽ വെച്ച് കട്ടി കൂട്ടി ബലം കൂട്ടിയിട്ട് കുനിഞ്ഞോണ്ട് വലിച്ചോണ്ട് പോകുമ്പോൾ ഒരു ഓർത്താൽ മതി, എന്താ ഇതൊക്കെ ഓട്ടഞ്ഞ് തകർന്ന് തരിപ്പണമായിട്ട് ഒരു ദിവസം നമ്മൾ തേജസ് വെളിപ്പെടുത്തിയിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് അനേക പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളായി തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അവിടുന്ന് കഷ്ടങ്ങളുടെ തികഞ്ഞവനായി തീർന്നത് പോലെ അതിലേക്ക് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇതിനെ വേണ്ടെന്ന് പറഞ്ഞാൽ നഷ്ടപ്പെടുന്നത് ഈ പറഞ്ഞ തേജസ്സാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. കഷ്ടമൊന്നും വേണ്ട, ക്രിസ്ത്യ ജീവിതം പട്ടുമത്തയില്ലെന്ന് പുള്ളി പാടി അല്ലേ. പക്ഷെ അനേകരും വിശ്വസിക്കുന്നത് കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ചു, നമ്മളൊന്നും അനുഭവിക്കേണ്ട എന്ന്. പക്ഷേ അങ്ങനെയെങ്കിൽ എബ്രായർ 11-ാം അധ്യായത്തിലൊക്കെ ചിലരോ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്, ചിലരൊക്കെ എന്താ ഗുഹകളിലും മലകളിലും ഉഴഞ്ഞു വലഞ്ഞ് ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ദൈവം അവർക്ക് എന്ത് സാധനം വേറെ ഒരു വാക്കുണ്ടല്ലോ, നല്ല ഒരു മലയാളം വാക്ക, ദൈവം അവർക്ക് ഉദ്ധാരണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും വിടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇവർ പറയുക ദൈവം അങ്ങനെ അവിടെ നിന്നാൽ മതി, അവിടെ തൽക്കാലം അവിടെ വെച്ചാൽ മതി, ഞങ്ങൾക്കൊന്നും അത് വേണ്ട, ഞങ്ങൾ ഇതിൽ കൂടി പോയാലേ ഞങ്ങൾ സൗഖ്യമാകുള്ളൂ എന്ന്. എന്നിട്ട് അവരുടെ ജീവിതം മുഴുവനും ഞങ്ങൾ ഈ ലോകക്കാരിലെന്ന് ജീവിതത്തിൽ തെളിയിച്ച് കാണിച്ചു. ഉഴഞ്ഞ് വലഞ്ഞ് അല്ലേ മലകളിലും അല്ലേ ഗുഹകളിലും നടന്നിട്ട് അവരവരെ പ്രത്യാശ വെച്ച നാട്ടിലേക്ക് കടന്നുപോയി. ഇതെല്ലാം നമ്മളെ മഹത്വത്തിലേക്ക്, നമ്മുടെ തേജസ്സിലേക്ക് നമ്മെ കൊണ്ടുപോകുകയാണ്. യോഹന്നാൻ 17:22 പറയുക, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു അല്ലേ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ എന്ത് ചെയ്തു? കർത്താവ് ക്രൂശിൽ മരിക്കുമ്പോൾ നമുക്ക് മഹത്വം പങ്കിടാൻ വേണ്ടിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അവൻ തരുന്ന ഓരോ ദിവസം വിശുദ്ധി എത്രത്തോളം ഞാൻ വളരുന്നുവോ അത്രത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് ഈ മഹത്വം വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാ നീ എനിക്ക് തന്നിട്ടുള്ള നിന്റെ തേജസ് ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നമുക്ക് തന്നിരിക്കുക. അത് നമ്മൾ കാണാൻ പഠിക്കണം. നമ്മൾ ഹല്ലേലൂയ, നമ്മൾ കാണാൻ പഠിക്കണം. നമ്മൾ പിതാവേ, 24-ാം വാക്യം, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് നീ എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. സാക്ഷാൽ ദൈവം എന്തായിരിക്കുന്നു പോലോ അല്ലെങ്കിൽ കർത്താവ് എന്തായിരിക്കുന്നുവോ അതുപോലെ ഞാനും ആയിരുന്ന് അവൻ്റെ കൂടെ നിത്യത മുഴുവനും പങ്കിടാൻ ആഗ്രഹിക്കുന്നു. മൈക്ക് കൊറോണേഷൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെളിപ്പാട് 3-ാം അധ്യായം 21-ാം വാക്യം, ഞാൻ ജയിച്ച് പിതാവിന് സിംഹാസനം അയക്കുന്ന പോലെ നിങ്ങളും ജയിച്ച് എൻ്റെ ചുറ്റിനും വന്നിരിക്കണം അല്ലേ. എന്നോട് കൂടെ നിത്യത പങ്കിടാൻ നമ്മെ വിളിച്ചിരിക്കുക. നമ്മൾ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്ക 2:12 പറയുക, സഹോദരന്മാരെ ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ, നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളുടെ ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. അടുത്ത വാക്യത, വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടക്കുവാൻ. ഒരു വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ബൈബിളിൽ ഏറ്റവും മനോഹരമായ വാക്യം, ഞാൻ ഏറ്റവും പ്രിയപ്പെടുന്നതും പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നതും
ഈ ജീവിതത്തിൽ ഒറ്റ വാക്യം അവിടെ ഉള്ളൂ, വേറെ ബൈബിളിൽ വേറെ വാക്കൊന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മെ വിളിച്ചെന്തിനാണെന്നറിയാമോ? തൻ്റെ രാജ്യം പ്രാപിക്കുവാൻ. തൻ്റെ ഒന്ന് പറഞ്ഞേ, നമ്മളെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? നിങ്ങളെ വിളിച്ച ദൈവം എന്താ വിളിച്ചിരിക്കുന്നത്? നമ്മളെ എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നത്? ഒറ്റ വാക്യമേ ഉള്ളൂ ബൈബിളിനകത്ത്, ഈ ഒറ്റ വാക്യമേ ഉള്ളൂ. തെളിച്ചു പറയും, തെളിഞ്ഞു വരുന്ന ഒറ്റ വാക്യം എന്താ അറിയാമോ? ദൈവം നമ്മെ വിളിച്ചത് അവൻ്റെ രാജ്യം പ്രാപിക്കുവാൻ. 2, അവൻ്റെ മഹത്വം, തേജസ് പ്രാപിക്കുവാൻ. അതുകൊണ്ടാ തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിച്ച ദൈവം. ഈ വാക്യം ഒന്ന് അകത്തുനിന്ന് കയറിട്ട് കത്തട്ടെ. ഈ വാക്യം ഭയങ്കര പവർ വാക്യമാണ്. ഇത് വിവരിക്കാൻ പോയ സമയം ഒരുപാട് നമുക്ക് പോകും. അവൻ്റെ രാജ്യവും അതായി ദൈവരാജ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അവൻ്റെ രാജ്യവും മഹത്വവും പ്രാപിക്കാൻ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരും അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചു ഉത്സാഹിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നു നിങ്ങൾക്ക് അറിയുന്നുവല്ലോ. പൗലോസൊക്കെ എന്താ പറയുക, മക്കളെ പഠിപ്പിക്കുന്ന പോലെ അല്ലേ? നമ്മളെ കുഞ്ഞുനാളെ പഠിപ്പിക്കും, മോനെ ബ്രഷ് എടുത്ത് ഇങ്ങനെ തേക്കടാന്നൊക്കെ പഠിപ്പിക്കും അല്ലേ? നീ ബാത്റൂമിൽ പോകുമ്പോൾ അല്ലേ, എല്ലാം പഠിപ്പിക്കുക. നമ്മൾ കുളിക്കാൻ പഠിപ്പിക്കുന്നു, ബ്രഷ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. അതുപോലെയാണ് പൗലോസ് തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ സഭകളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. രാജ്യം പ്രാപിക്കുവാനും മഹത്വം പ്രാപിക്കുവാനും. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിക്കില്ല എല്ലാ കാര്യങ്ങളും അല്ലേ? പാത്രം കഴുകി വെക്കടാ, ഇങ്ങനെ കഴുകടാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വലുതേക്കടാ എന്നൊക്കെ പറഞ്ഞ് ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പൗലോസ് പഠിപ്പിക്കുന്ന പോലും ഇങ്ങനെ ഇത് വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തുമാകട്ടെ, റോമർ 5-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, നാം നിൽക്കുന്ന കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. ഒരു കാര്യം മറന്നു പോകരുത്, വിശ്വാസം അല്ലേ? രക്ഷ കിടക്കുന്നത് വിശ്വാസത്തിലും, വിശ്വാസം കിടക്കുന്നത് പ്രത്യാശയിലും, പ്രത്യാശ കിടക്കുന്നത് എവിടെയാ? നമ്മുടെ ബിസിനസ്സിലും. പിന്നെ എവിടെയാ? കൃപാസനത്തിനകത്ത്. കൃപാസനത്തെ നിത്യത്തിലെ കാര്യങ്ങൾ നമ്മൾ ജീവിക്കാൻ പോകും. നമ്മുടെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ചും ആ നാടിനെക്കുറിച്ചും നമ്മൾ വിട്ടുപോയാൽ നമ്മുടെ പ്രത്യാശ നഷ്ടമായി. പ്രത്യാശ നഷ്ടമായാൽ അധികം ദിവസം കഴിയേണ്ടി വരില്ല, അടുത്ത വിശ്വാസം ചോർന്നു പോകും. നല്ലൊരു വാക്കാ, വിശ്വാസം ചോർന്നു പോകും നമുക്ക്. അടുത്തത് വിശ്വാസം പോയാൽ പറ, എന്താ പേടിയായി പറയാറ്? അത്രയേ ഉള്ളൂ, സിമ്പിൾ കാര്യമേ ഉള്ളൂ. നമുക്ക് ഇത് ഓർഡർ കിടക്കുകയത് അല്ലേ? പക്ഷേ ഒരു പാക്കേജ്, സാൽവേഷൻ പാക്കേജ്, ഒരു പാക്കേജിനകത്ത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ 5000 ടണ്ണ് കൊണ്ട് സമാഗമന കൂടാരം ദൈവമോശയിലൂടെ പണിയുമ്പോൾ 5000 കിലോ അല്ലെങ്കിൽ 5 ടൺ വെള്ളി കൊണ്ട് സമാഗമന കൂടാരം പണിയുമ്പോൾ അതിൽ 60 പലക അക്കേഷ മരം വെട്ടിയെടുത്ത് മരുഭൂമിയിലുള്ള മരം വളർന്ന് വെയിലേറ്റ് വാടി കരിഞ്ഞു പോകുന്ന ആ മരം വെട്ടിയെടുത്ത് പൊന്നുകൊണ്ട് പൊതിഞ്ഞിട്ട് ആ 60 പലകകൾ ഈ 5000 ടൺ വെള്ളിയിൽ മേൽ സോക്കറ്റുകൾ ഉണ്ടാക്കിയിട്ട് അതിനെ കുത്തു നിർത്തി. വെള്ളി ആ പലകളായ വേറെ ഒന്നുമല്ല, ഈ ലോകത്ത് ജനിച്ച് മരിച്ച് നരകത്തിലേക്ക് പോകേണ്ട നമ്മെ ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളിലെ പൊന്നുകൊണ്ട് അങ്ങ് പൊതിഞ്ഞിട്ട് ആ വീണ്ടെടുപ്പ് വിലയായ വെള്ളി എന്ന് പറയുന്നത് വീണ്ടെടുപ്പിനെ കാണിക്കുന്നു. 30 വെള്ളിക്കാശ് അല്ലേ? ആ വെള്ളിയിൽ മേൽ നിങ്ങൾ നിർത്തിയിരിക്കുക. പത്രം ഏത് പഠിച്ചാലും എല്ലാം ലിങ്ക് കിടക്കുക നമ്മുടെ രക്ഷ. അത്രയും മഹനീയമായ രക്ഷയെ നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് വിശ്വാസം നീതിയിൽപ്പെട്ടിട്ട് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നേരത്തെ പറഞ്ഞു തന്നെയുള്ളത് അല്ലേ? നാം ദൈവത്തിൻ്റെ പ്രത്യാശയിൽ ഓക്കെ പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ 5:12 അല്ലേ? തീത്തോസ് 2:12 ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റും. നോക്കട്ടെ, തീത്തോസ് 2:12 സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, ഇത് ആവശ്യമില്ലായിരുന്നു, പാപനിമിത്തം വേണ്ടി വന്നതാ. 12-ാം വാക്യം, നാം ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. ഓക്കെ, വാക്ക് ശ്രദ്ധിച്ച്, നാം ഭാഗ്യകരമായ പ്രത്യാശക്ക്. നമ്മുടെ ഈ ഭാഗ്യം എന്നൊക്കെ പറയുന്ന ലോട്ടറിക്കാരൻ പറയുന്ന ഭാഗ്യമൊന്നും അല്ലിത്. 3 കോടി 5 കോടി 15 കിട്ടിയാലും. ഞങ്ങളുടെ എരൂർക്കാരനെ പിടിച്ച് ലോട്ടറി അടിച്ചു. 5-6 വർഷം കഴിഞ്ഞപ്പോൾ പുള്ളി പെട്ടിക്കടയാ, രഘുന്നാ പേര് മറന്നുപോയി, ആ രഘുന്ന് അങ്ങോട്ട് രഘുല്ലേ, അത് തന്നെ കറക്റ്റ് വരാം. ലോട്ടറി അടിച്ചാൽ പിന്നെ പുള്ളി ആ പെട്ടിക്കടയെ വലിച്ചെറിഞ്ഞ് ഒന്നുമില്ല, പിന്നെ രാജാവാണല്ലോ. പിന്നെ എത്ര കോടി രൂപ ഓണമമ്പറ അടിച്ചത്, 10-15 കോടി രൂപ അടിച്ചതാ. അതിൽ പകുതിയും കിട്ടിക്കാണും പുള്ളിക്ക്. പക്ഷേ 5-6 വർഷം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ല, പെട്ടിക്കട പോലും പുള്ളിക്കില്ലാതായിപ്പോയി. അപ്പോൾ ആ ഭാഗ്യം കൊണ്ട് ഇത്രയ്ക്കേ ഉള്ളൂ. പക്ഷേ ഈ ഭാഗ്യം അതല്ല.
ഇത് തുരുമ്പെടുക്കാത്ത, കള്ളൻ മോഷ്ടിക്കാത്ത നിത്യമായ സ്വർഗീയ. അതുകൊണ്ടാണ് ഈ വാക്കുകളൊക്കെ അവിടെ ഈ നാം ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷത. നമ്മുടെ പ്രത്യാശയെല്ലാം കിടക്കുന്നത് കർത്താവ് പ്രത്യക്ഷമാകുമ്പോൾ. എങ്ങനെയാണ് പ്രത്യക്ഷമാകുന്നത്? അല്ലേ, ലൂയിസ് ഫിലിപ്പിൻ ഷർട്ടും പാൻറ്റും ഇട്ടിട്ടല്ല പ്രത്യക്ഷമാകുന്നത്, തേജസ്സിൽ വെളിപ്പെടുമ്പോൾ. അല്ലേ, ആ തേജസ്സിൽ എന്നെയും നിങ്ങളെയും കാണാൻ വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആ പ്രത്യാശയാണ് എന്നെ നിങ്ങളെ നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നത് പോലും. കാത്തുകൊണ്ട് ഭക്തികെട്ട പ്രപഞ്ചമോഹങ്ങളും വർജിച്ച്, അപ്പോൾ ഇതെല്ലാം വർജിക്കണമെങ്കിൽ, ഈ പ്രപഞ്ചമോഹങ്ങളും ഒക്കെ വർജിക്കണമെങ്കിൽ ഈ പറഞ്ഞ സാധനം നമ്മുടെ അകത്ത് വെളിപ്പാടാകണം. ഈ പ്രത്യാശ ഉറക്കണം നമ്മുടെ അകത്ത്. ഈ ദൈവദേശം നഷ്ടപ്പെട്ടു പോയത് എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അതിൽ നമ്മൾ വളരുമ്പോഴാണ് നമുക്കിത് ലഭിക്കുന്നത്. എന്നുമാകട്ടെ, നമ്മുടെ സമയം വളരെ അതിക്രമിച്ചു. നമ്മളുണ്ട് 2 കൊരിന്ത്യർ ലേഖനം, അതുകൊണ്ട് വായിച്ചു നിർത്തിയേക്കാം. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യല്ലേ, കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോട് കൂടെ ഉയർപ്പിച്ചു. അടുത്തത്, നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ, ഞങ്ങളുടെ പുറമെയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. ആ ഫുഡാണ് ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഫുഡ് അല്ലേ, അകത്തെ മനുഷ്യൻ വളരുവാനും പ്രത്യാശയിൽ നിറയുവാനും, പിതാവിൻ്റെ ഭവനം വിദൂരമല്ല, തൊട്ട് മുമ്പിൽ നിൽക്കുന്ന പോലെ വളരുവാനും കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഭക്ഷണമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ. എന്നിട്ട് പറയുക, അതുകൊണ്ട് എന്താ പറയുക, മനുഷ്യ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദൈവം അനുവദിക്കുന്നുവോ അതൊന്നും വലിയ കാര്യമൊന്നുമല്ല, നമുക്ക് മുമ്പേ ഉള്ളവരൊക്കെ അനുഭവിച്ചതാ അല്ലേ. ലഘുവ, വളരെ നിസ്സാരമാണ് നമുക്ക് മുമ്പിലുള്ളത് അല്ലേ. അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യ വലിയ ഖനം വെറുതെ അല്ലേ. ചില 2x2 എന്ന് പറയുക തുണി, 2x2 തുണി കൊണ്ട് ബ്ലൗസൊക്കെ അടിച്ചാൽ അകവും പുറമൊക്കെ കാണാൻ പറ്റും നമുക്ക്. പണ്ടൊക്കെ അമ്മച്ചിമാർ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എന്നെ കുറ്റം പറയാം, അതുകൊണ്ടല്ല അല്ലേ, ഇതല്ല. നോക്കിയേ, സമാഗമന കൂടാരത്തിൻ്റെ 1-ാം കൂടാരവും 2-ാം കൂടാരവും അല്ലെങ്കിൽ വിശുദ്ധ എന്താ പറയുക അല്ലേ, അതും അതിവിശുദ്ധ സ്ഥലം തമ്മിൽ വേർതിരിക്കുന്ന 6 ഇഞ്ച് കനമുള്ള ആ തുണി പോലെ കട്ടിയായത്, അത്രയൊന്നും അതിനെപ്പറ്റി ഒന്നും ഉപമിക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞതാ, തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവായി തീർന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നത് ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ ഘനം പ്രാപിക്കുവാൻ. ഹല്ലേലൂയ. അതിലേക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് നമുക്ക് മടക്കി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയിലെ ഏദൻ പർദീസിലുണ്ടായ 7 അനുഗ്രഹങ്ങൾ, അതിൽ നമ്മൾ പഠിച്ചതുപോലെ നമ്മുടെ സ്വരൂപം നഷ്ടപ്പെട്ടു പോയി. നീതിയും വിശുദ്ധി നമുക്കില്ല. പക്ഷേ പണ്ട് നമുക്ക് ഒരുപാട് പക്ഷേ ഇന്ന് നമുക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോൾ, ഒരു എന്താ പറയുക, റോങ് സൈഡ് കയറി വരുമ്പോൾ നമ്മുടെ അകത്ത് അങ്കലാപ്പാ. രാത്രി 11 മണിയായപ്പോൾ ചിലപ്പോൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ എന്താ പറയുക, ഇങ്ങോട്ട് ലെഫ്റ്റ് എടുക്കാൻ റൈറ്റ് എടുക്കാൻ പാടില്ല. എന്നാലും എടുക്കണമെന്ന് നമ്മുടെ പഴയ മനുഷ്യൻ പറയും. എന്നാലും അകത്തൊരു അങ്കലാപ്പ, എടുക്കണോ വേണ്ടയോ. രാത്രി 2 മണിയായാലും നമുക്കൊരു അങ്കലാപ്പാ. നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലേ അല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. എന്നും അങ്ങനെ വിട്ടുപോകുന്നു. എന്തൊക്കെയാണെങ്കിലും ഇതെല്ലാം നമ്മെ നിത്യമായ തേജസ്സിലേക്ക് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നഷ്ടപ്പെട്ടു പോയ ദൈവ തേജസ് അല്ലേ, അവിടെ നേരത്തെ പറഞ്ഞ സ്വരൂപവും സാദൃശ്യവും നീതിയും വിശുദ്ധിയൊക്കെ വെളിപ്പെടുക നമ്മുടെ ജീവിതത്തിൽ. 2 നഷ്ടപ്പെട്ടു പോയ നിത്യജീവൻ നമുക്ക് തരുന്നു. 3 കൂട്ടായ്മ, ദൈവമുള്ള കൂട്ടായ്മ, ഫെലോഷിപ്പ്. ഓരോ ദിവസം ഞാൻ നിങ്ങൾ കൂടണം. ആ കൂട്ടായ്മയിലാണ് നിങ്ങൾ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ, നിങ്ങൾ വചനം പഠിപ്പിക്കാൻ നിൽക്കുമ്പോൾ, നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ ആത്മാവ് ആ വചനം നിങ്ങൾ വായിത്തരും, നമുക്ക് വായിത്തരുന്നത്. നോക്കിയേ, പലപ്പോഴും നമ്മൾ മിനിസ്റ്റർ ചെയ്യുമ്പോഴോ സുവിശേഷം പറയുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ എന്തുമാകട്ടെ, പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചില പരിശുദ്ധാത്മാവ് ആ കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ, ആ സർക്കിളിൽ നിൽക്കുകയാണെങ്കിൽ, ആ കൗൺസിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് ചില ചിന്തകൾ തരും. ആ ചിന്തകൾ പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ അത് ഭയങ്കര വിടുതലായിരിക്കും നമുക്കല്ല, കേൾക്കുന്നവർക്ക് അല്ലേ, ഒന്നേക്ക് അത് ആ കൂട്ടായ്മ ലഭിക്കുക. എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ കൂട്ടായ്മയും വാശിയും അധികാരങ്ങളും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന തേജസ്സൊക്കെ നമുക്ക് ദൈവം മടക്കി തരാൻ ആഗ്രഹിക്കുക. ഈ ക്രിസ്ത്യ ജീവിതം അതിനു വേണ്ടിയുള്ളതാണ്. ഓക്കെ, പാട്ട് കയറിക്കും. അപ്പോൾ അതുകൊണ്ട് വളരെ വളരെ എന്താ പറയുക, കാര്യമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. മറന്നു കളയരുത്, എഴുതി വെക്കുക. നോട്ട്സ് വല്ലതും വേണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ കോപ്പിയൊക്കെ തരാൻ ഒരു മടിയുമില്ല.
അല്ലേ? നമുക്ക് വേണമെങ്കിൽ എഴുതാൻ പറ്റിയില്ലെങ്കിൽ ചോദിച്ചാൽ എന്തിൻ്റെ നോട്ട്സ് ലാപ്ടോപ്പിലുള്ള എന്തും തരാൻ ചോദിച്ചാൽ കുഴപ്പമില്ല, പഠിക്കാൻ വേണ്ടി മാത്രം. അപ്പം അതുകൊണ്ട് ദൈവം നിങ്ങളൊക്കെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അകത്തൊരു വെളിപ്പാടുണ്ടെങ്കിൽ നമ്മുടെ മിനിസ്ട്രിയിലൊക്കെ ആ ദൈവകൃപ കാണാൻ കഴിയും, ദൈവജീവൻ ഒഴുകുന്നത് കാണാൻ കഴിയും. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഒഴുകുന്നതൊക്കെ വെളിപ്പാടിൽ നിന്നാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, നമുക്കിതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസ് ഈ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നില്ല, സോറി. അപ്പോൾ അതുകൊണ്ട് ഈ ആഴ്ച പോലും മുടങ്ങാതെ നമ്മൾ വീണ്ടും വരിക. 6:45 6:45 പിന്നെ 7 മണിയായി, 7:15, 7:30, ഇപ്പോൾ 7:45. എന്തൊക്കെയാണ് കർത്താവ് നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും കാണാം, വീണ്ടും പഠിക്കാം, നമുക്ക് ദേശത്തിനേറ്റിക്കാം. ദേഹമെന്നൊര വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ, ഭൂമി എന്നൊരു കൂടുവീട്ടു ഞാൻ സ്വർഗമാം വീട്ടിലല്ലവേ. ദേഹമെന്നൊര വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിൽ ആഴ്ത്തവേ, ഭൂമി എന്നൊര കൂടുവീട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി ഉണർന്നു പോ, ആദിവ്യാധികളന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനുമെൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ, എത്തുന്നേ ഞാനും നാഥന്റെ ചാരെ പിറ്റേന്നോപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്തു കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിൻ മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ലത്തെല്ലുമേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ,
എത്തുന്നേ ഞാനും നാഥന്റെ ചാരെ പിറ്റേന്നോർപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനാ ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ. ദേഹമൊന്നൊര വസ്ത്രമൂരിഞ്ഞ ആറടി മണ്ണിൽ ആഴ്ത്തവേ, ഭൂമിയെന്നൊര കൂടുവീട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. സ്വർഗമെന്നൊരു വസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിൽ ആഴ്ത്തവേ, ഭൂമിയെന്നൊര കൂടുവീട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും തൂതരും മാറി മാറി പുണർന്നു പോ. ആദിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരെ പിറ്റേന്നോർപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്തു കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീയോ നിൻ മനം? സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീയോ നിൻ മനം? പറഞ്ഞേ. ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ലത്തിൽ എത്തി ഞാൻ എത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരെ പിറ്റേന്നോർപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ. കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നീതാ.
സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീരിയോ നിൻ മനം. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീരിയോ നിൻ മനം. നമ്മൾക്ക് പറയുന്നത് ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. ഒന്ന് പറഞ്ഞേ, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല ശങ്ക കൂടാതെ, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. ഒരു വട്ടം കൂടി ചേർത്ത് പറഞ്ഞേ, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ. അങ്ങനെയാണോ നമ്മുടെ ഹൃദയത്തിൽ കർത്താവേ ഇല്ല പോകുന്ന ഞാനും, പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാ. എത്തുന്നേ ഞാൻ നാഥന്റെ ചാരി പിറ്റേന്നോ ഉറമുണർന്നിടാ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. കഴിയുന്നു യാത്ര, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും കഴിയുന്നു യാത്ര, കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കേട്ട പാട്ടിലും ഇന്ന് കേട്ട വചനത്തിലും ആ നിത്യതയുടെ മനോഹാരിത ഹല്ലേലൂയ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വരച്ചു കാട്ടിയിരിക്കുക. ഹല്ലേലൂയ, ആ നിത്യയുടെ വചനങ്ങൾ, ആ പ്രത്യാശയുടെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറയുന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ഈ ലോകത്തിൽ നമുക്കൊരു ദിവ്യ സ്വഭാവത്തിന് അനുരൂപമായി തീരുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ, നമ്മൾ കേട്ടില്ലേ, നീ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നിന്നോട് ചോദിക്കും, ഹല്ലേലൂയ നിന്റെ ഹൃദയം നുറങ്ങിപ്പോയോ, അവരെ വിട്ട് നുറങ്ങിപ്പോയോ? ഇല്ല കർത്താവേ എന്ന് പറയണമെങ്കിൽ ഇന്ന് കേട്ട ആ നിത്യ തേജസ്സിന്റെ വചനങ്ങൾ, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ പോലെയാക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് അത് വിശ്വാസമായി പരിണമിക്കപ്പെടണം. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നമ്മളോട് നമ്മുടെ ദൈവദാസൻ സംസാരിച്ചു, നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിലേക്ക്, അവന്റെ സ്വരൂപത്തിലേക്ക് അവനെ പോലെയായി തീരുവാനാണ്. ഹല്ലേലൂയ, ആ നിത്യതയ്ക്ക് വേണ്ടി, ഹല്ലേലൂയ ആ നിത്യയിലെ പ്രതിഫലങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഈ ലോകത്തിലെ മറ്റൊരു പറ്റുമാനങ്ങൾക്ക് വേണ്ടിയല്ല, ഈ ലോകത്തെ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നുമല്ല കർത്താവ് നമ്മളെ വിളിച്ചത്. അതെല്ലാം കർത്താവ് നമുക്ക് സമയത്തിന് തരും. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത് ആ നിത്യതയുടെ തേജസ്സാണ്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമ്മളെ തെറ്റിക്കുന്ന അനേകം ഉപദേശങ്ങൾ ഈ ലോകത്തിൽ അങ്ങുമിങ്ങും മാറിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് യോഹന്നായ സുവിശേഷം 10-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കള്ളനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഒരു ചെന്നായിനെ കുറിച്ച് പറയുന്നുണ്ട്. ഹല്ലേലൂയ, അവർ ആ ജീവൻ പ്രാപിച്ചവരുടെയിലേക്ക് ഒരു ചെന്നായി കടന്നു വരും. ഹല്ലേലൂയ. ആ ഇടയൻ കൂലിക്കാരനായതുകൊണ്ട് അവരെ വിട്ട് ഓടിപ്പോകും. എന്നാൽ ഞാൻ നല്ല ഇടയനാ. നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും.
ഹല്ലേലൂയ. നമ്മൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന, നമ്മൾക്ക് വേണ്ടി നിത്യത്തിലെത്തിക്കുവാൻ വേണ്ടി ജീവനെ കൊടുക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അത് ഈ ലോകത്തിലെ എന്തെങ്കിലും തരാൻ വേണ്ടിയിട്ടല്ല മക്കളെ, അല്ല സഹോദരങ്ങളെ, നമുക്ക് നിത്യജീവൻ തരാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസും ചില ചെന്നായ്ക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഞാൻ പോയ ശേഷം ആട്ടിൻ കൂട്ടത്തെ ആദരിക്കാത്ത ചില ചെന്നായ്ക്കൾ ഇവിടെ കടന്നു വരും. ഹല്ലേലൂയ. എന്താ പൗലോസ് പറഞ്ഞെന്നറിയാമോ? ഞാൻ പോയ ശേഷം, ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ചെന്നായെയും ഇതിനകത്ത് അനുവദിക്കില്ല എന്നുള്ളൊരു പ്രഖ്യാപനം പൗലോസ് നടത്തുമെങ്കിൽ ഇന്ന് നമ്മുടെ ദൈവദാസനും അതേ പ്രഖ്യാപനം നടത്തുകയാ. ദൈവ തേജസ്സിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റൊന്നിനും വേണ്ടിയല്ല ഈ ലോകത്തിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. നിത്യതയുടെ വചനങ്ങളെ ഹൃദയത്തിൽ പതിയുവാൻ, ആ തേജസ്സിന് വേണ്ടി, ആ പ്രതിഫലങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. മാറിപ്പോകല്ലേ, വിട്ടുപോകല്ലേ. ആ തേജസ് മാറ്റി ലോകത്തിന്റെ ചിന്തകളെ നമ്മൾ ആരും ഉപദേശിക്കല്ലേ, നമ്മൾ ആരും പറഞ്ഞു കൊടുക്കല്ലേ. പറയേണ്ടത് ഒന്നു മാത്രം: നിനക്ക് വേണ്ടി കർത്താവ് മരിച്ചത്, നിനക്ക് വേണ്ടി ഇന്നും കർത്താവ് ജീവിക്കുന്നത്, നിന്നെ നിത്യതയിലെത്തി അവന്റെ മുഖം കാണുവാൻ, ആ പ്രത്യാശ ധരിപ്പിക്കുവാൻ, മറ്റൊന്നുമല്ല. ഒരിക്കൽ കൂടി നമ്മളെ കണ്ണുകളടക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട വചനങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും സംഗ്രഹിക്കണം, ഓരോ ദിവസവും ഏറ്റുപറയണം. ഓരോ വിശ്വാസത്തിൽ അത് ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കി മാറ്റുന്നതാണ്. നമുക്കൊരുമിച്ച് കണ്ണുകളടക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ തേജസ്സിന്റെ വചനങ്ങളെ, ആ നിത്യത്തിന്റെ വചനങ്ങളെ ഞങ്ങളോട് അങ്ങ് ദൈവദാസനിലൂടെ സംസാരിച്ച കൃപക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഉയരങ്ങളിൽ നിന്ന് ചിന്തിക്കുവാൻ, ഉയരങ്ങളിൽ നിന്ന് മാത്രം ചിന്തിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു മരിച്ച് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് മാത്രം അന്വേഷിക്കുവാൻ, ഉയരത്തിൽ മാത്രം ചിന്തിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ തേജസ്സിന്റെ ആ മഹിമ ഞങ്ങളുടെ ഉള്ളിൽ നിറയുവാൻ തക്കവണ്ണം കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ലോകത്തിന്റെ മോഹങ്ങളെല്ലാം പറിച്ചു കളയുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആര് കടന്നു വന്നാലും, ആ ഏതൊരു ചെന്നായി വന്നാലും കർത്താവേ, ആ തേജസ്സിന്റെ മഹിമ വിടാതെ, ആ ഉയരങ്ങളിൽ ചിന്ത വിടാതെ, ഈ ലോകത്തിൽ ഉപേക്ഷിക്കുവാൻ തക്കവണ്ണം എന്ത് കേട്ടാലും എല്ലാം നിത്യതയ്ക്ക് വേണ്ടി മാത്രം കേൾക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ അടിയങ്ങൾ ഒരു മനസ്സോടെയായിരിക്കുവാൻ, ഒരു സ്നേഹത്തിലായിരിക്കുവാൻ, ഒരുമിച്ച് നിൽക്കുവാൻ, ഐക്യമത് നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സ്നേഹത്തിന്റെ ഐക്യതയിൽ വളർന്ന് അത് തികഞ്ഞവരായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദൈവരാജ്യത്തിൽ തികഞ്ഞവരും ഹല്ലേലൂയ ഞങ്ങൾ നിറഞ്ഞവരുമായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ, പ്രാർത്ഥനകൾക്കായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും വഴിനടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവിന്റെ വരവരെ നമ്മളെല്ലാം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ജയനത്തിന് അല്ലേ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.